Aegon Learning. മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ചാപ്റ്റർ നമ്മുടെ വേവ്സ് എന്ന് പറയുന്ന ഫിസിക്സിലെ അവസാനത്തെ ചാപ്റ്ററുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. സോ മക്കളെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മുഴുവനും വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരിക. നമ്മളൊരു ലൈവ് തുടങ്ങുന്ന സമയത്ത് മക്കളോട് പറയുന്ന ഒരു ആദ്യത്തെ കാര്യം എന്താണ്? നമ്മൾ ലൈവിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചിട്ട് നമ്മൾ ടീമായിട്ട് ഇങ്ങോട്ടേക്ക് വരാം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടെ ആരും മോൺസ്റ്റർ ആയിട്ട് വരണ്ട, ഒറ്റയ്ക്ക് വരണ്ട, എന്ത് ചെയ്യുക, ഗ്രൂപ്പായിട്ട് വന്നാൽ മതി. സോ ഗ്രൂപ്പായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ വന്നേക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരും. സോ അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ആണ്. നമ്മുടെ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളൊന്ന് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? എടാ 3 സെറ്റ് ആയിട്ടാണ് നമ്മളൊരു ചാപ്റ്റർ പഠിക്കാതിരിക്കുമ്പോൾ പല മക്കളും ചോദിക്കലുണ്ട്, സാറേ ഞങ്ങൾ എങ്ങനെയാണ് ഒരു ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സാറേ ഞങ്ങൾക്ക് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ പഠിച്ചാലാണ് സാറേ ഞങ്ങൾക്ക് ടോപ്പർ ആവാൻ വേണ്ടി പറ്റുക? എടാ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനെ 3 സ്റ്റെപ്പ് അപ്രോച്ച് എന്നാണ് പറയുന്നത്. 3 സ്റ്റെപ്പ് അപ്രോച്ച് എന്ന് പറയും. ഓക്കെ, എന്താണ് 3 സ്റ്റെപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്? ഗുഡ് ഈവനിങ് ഐശ്വര്യ. അപ്പൊ 3 സ്റ്റെപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് 3 ഭാഗങ്ങളായിട്ട്. ഒന്നാമതായിട്ട് നമ്മൾ പറയും പ്രിവ്യൂ, രണ്ടാമതായിട്ട് സ്റ്റഡി, മൂന്നാമതായിട്ട് റിവ്യൂ. അതായത് നമ്മളൊരു ചാപ്റ്ററിനെ പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ആ ചാപ്റ്ററിന്റെ ഒരു പ്രിവ്യൂ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതായത് ഈ ചാപ്റ്റർ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ അകത്ത് എത്ര മാർക്കിനാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയ എന്താണ്, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കലാണ് പ്രിവ്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെറ്റ് ആണ് സ്റ്റഡി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചാപ്റ്ററിനെ നന്നായിട്ട് മനസ്സിലാക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഗൂഗിൾ ചെയ്തിട്ടും കൃത്യമായിട്ട് നോട്ട്സ് വായിച്ചിട്ടും കൃത്യമായിട്ട് നമ്മളെ വീഡിയോസ് കണ്ടിട്ടൊക്കെ നിങ്ങൾ എന്താക്കി വെക്കണം, മനസ്സിലാക്കണം. ഇതാണ് സ്റ്റഡി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗമാണ് റിവ്യൂ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ട്, എത്രത്തോളം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എത്രത്തോളം എൻ്റെ മനസ്സിൽ ഉറച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റിവ്യൂ എന്ന് പറയുന്നത്. സോ മക്കളെ, ഈ 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണഗതിയിൽ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മക്കളോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഈ 3 സ്റ്റെപ്പ് അപ്രോച്ച് ആണ്. നമ്മൾ പഠിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ ഈ 3 സ്റ്റെപ്പ് അപ്രോച്ച് നമ്മളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ മെമ്മറിയിൽ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ നിൽക്കും. സോ ആദ്യം തന്നെ പറയുന്നത് ഈ 3 സെറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചാപ്റ്ററിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം. സോ ഒരു ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് ബേസിക് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതെ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് തേങ്ങയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അല്ലെ? ഒരു ചാപ്റ്റർ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് എന്ത് തേങ്ങയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ഈ ചാപ്റ്റർ പറയുന്നുണ്ടല്ലോ, എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. റെഡി യെസ്, കുറെ ആളുകളൊക്കെ ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഹായ് സാർ, ഹായ്. അപ്പൊ മക്കളെ, നമ്മൾ സമയമൊന്നും കളയുന്നില്ല. മാക്സിമം 5 മാർക്ക് വരെ നമുക്ക് ഈ ചാപ്റ്ററിന്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. വേവ്സ് എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ അകത്ത് നമുക്ക് എത്ര എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? 5 മാർക്ക് വരെ, ഓർ ക്വസ്റ്റ്യൻ ഒക്കെ അടക്കം 5 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനൊരു ഡെഫിനിഷൻ ഉണ്ടോ? ശരിക്കും വേവ് എന്ന് പറയുന്ന ആൾക്ക് ഡെഫിനിഷൻ ഉണ്ടോ? ശരിക്കും വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക്, ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് വേവ് എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എന്താണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടോ? വേവ് പോകുന്ന സമയത്ത് എനർജി മാത്രമേ പോകുന്നുള്ളൂ. പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നില്ല, പാർട്ടിക്കിളിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ മുഴുവനായിട്ടും പാർട്ടിക്കിൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. സോ നമുക്ക് പറയാൻ പറ്റും, ഒരു കയറ് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്റെ കയ്യിൽ ഒരു കയറും ഒരറ്റവും എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ ആ കയറിന്റെ മറ്റേ അറ്റവും ഉണ്ട്. നമ്മളിങ്ങനെ ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേവ് കയറിന്റെ മുകളിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് പോവല്ലോ. സോ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ കയറാണോ മൂവ് ചെയ്യുന്നത്? കയറല്ല മൂവ് ചെയ്യുന്നത്. കയറിന് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, പക്ഷെ കയറിന്റെ മുകളിലൂടെ, ഈ ഒരു റോപ്പിന്റെ മുകളിലൂടെ എന്താണ് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത്? അങ്ങോട്ട് പോകുന്നത് വേവ് ആണ്, എനർജിയാണ് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മൾ പറയാണ്, എന്താണ് വേവ് എന്ന് പറഞ്ഞാല്? വേവ്സ് ആർ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് എ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് നമ്മൾ എന്ത് ട്രാൻസ്ഫർ ചെയ്യുക? എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് വേവ്സ് എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, വിത്തൗട്ട് ദി ആക്ച്വൽ ഫ്ലോ ഓഫ് മാറ്റർ ആസ് എ ഹോൾ, അവിടെ എന്ത് മുമ്പോട്ടേക്ക് പോകുന്നില്ല മക്കളെ, മാറ്റർ മുമ്പോട്ടേക്ക് നീങ്ങുന്നില്ല, അല്ലെങ്കിൽ മാറ്ററിന് ഡിസ്പ്ലേസ്മെന്റ് മുഴുവനായിട്ട് സംഭവിക്കുന്നില്ല എന്ന് വേണം പറയാൻ. യെസ് സർ, ഹലോ സർ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. യാ, ഓക്കെ ഫൈൻ.
അപ്പൊ നമ്മൾ നേരെ വരുന്നു, നമ്മൾ 3 ടൈപ്പ് വേവിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് മക്കളെ 3 ടൈപ്പ് വേവ്? ഏതൊക്കെയാണ് ഈ വേവിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു വെച്ചിട്ടുള്ളത്? എടാ ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ബുക്ക് പ്രകാരം നമുക്ക് 3 രീതിയിലാണ് വേവ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷന്റെ പേരാണ് മെക്കാനിക്കൽ വേവ്. എന്താണ് മക്കളെ? മെക്കാനിക്കൽ വേവ് ആണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ മാറ്റർ വേവ്. സോ വേവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. വേവ്സിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മെക്കാനിക്കൽ വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, അതുപോലെ തന്നെ മാറ്റർ വേവ്. ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കണം. മെക്കാനിക്കൽ വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, അതുപോലെ മാറ്റർ വേവ്. അപ്പൊ 3 ടൈപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഈ വേവ്സിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് മക്കളെ മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എടാ ഒന്നുമില്ല. മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പ് വേവിന് സഞ്ചരിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഒരു മീഡിയം വേണം. മീഡിയം ആവശ്യം, സഞ്ചരിക്കാൻ നിർബന്ധമായിട്ട് മീഡിയം ആവശ്യമുള്ള വേവിനാണ് നമ്മൾ എന്ത് വിളിക്കുക? മെക്കാനിക്കൽ വേവ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ എന്ത് നിർബന്ധമായിട്ട് ആവശ്യമാണ്? മീഡിയം നിർബന്ധമായിട്ടും ആവശ്യമാണ്. അത്തരത്തിലുള്ള വേവിനാണ് നമ്മൾ എന്ത് വിളിക്കുക? മെക്കാനിക്കൽ വേവ് എന്ന് നമ്മൾ പറയുന്നത്. സോ മെക്കാനിക്കൽ വേവിന്റെ എക്സാമ്പിൾ ആരൊക്കെയാ? സൗണ്ട് വേവ്. സൗണ്ട് വേവിന് സഞ്ചരിക്കണമെങ്കിൽ മീഡിയം വേണം അല്ലെ? നമ്മൾ ഇവിടുന്ന് സ്പേസിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ മീഡിയം എയർ ഉണ്ടോ? മീഡിയം ഇല്ല. അപ്പൊ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുമോ? സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ ശബ്ദത്തിന് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്താ? മീഡിയം ആവശ്യമില്ല. മീഡിയം ആവശ്യമുള്ളതുകൊണ്ട് സൗണ്ട് സഞ്ചരിക്കൂല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അവിടെ എന്തില്ലാത്തതുകൊണ്ട് സൗണ്ട് നമ്മൾ കേൾക്കുന്നില്ല, മീഡിയം ഇല്ലാത്തതുകൊണ്ട് സൗണ്ട് കേൾക്കുന്നില്ല. സോ സൗണ്ട് വേവ് ഒരു മെക്കാനിക്കൽ വേവ് ആണ്. അതേപോലെ തന്നെ വെള്ളത്തിന്റെ മുകളിൽ ഓളങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? വേവ്സ്, വെള്ളത്തിന് മുകളിലുള്ള വേവ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്താണ്? വെള്ളം ഉണ്ടെങ്കിൽ മാത്രമല്ലേ മക്കളെ അവിടെ വേവ് ഉണ്ടാവുന്നുള്ളൂ. സോ അവിടെ മീഡിയം നിർബന്ധമായിട്ടും വേണം. സോ വാട്ടർ വേവ്സിന്, അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് വേവ്സിന്, ഒരു കയറിന്റെ മുകളിൽ ഉണ്ടാവുന്ന വേവിന്, ഇതിനൊക്കെ നമ്മൾ പറയാണ് മീഡിയം ആവശ്യമാണ്. അതൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. യെസ്. അപ്പൊ നമുക്ക് മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്ന ആളെ നമ്മൾ മനസ്സിലാക്കി. ദേ ആർ വേവ്സ് which necessarily needs a medium for their propagation. propagate ചെയ്യാന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ? ആ വേവ് സഞ്ചരിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് വേണം? മീഡിയം വേണം. അടുത്ത നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വേവ്സ് ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ്, വാട്ടർ വേവ്, സൗണ്ട് വേവ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? മെക്കാനിക്കൽ വേവിന് എക്സാമ്പിൾ ആണ് മക്കളെ. അടുത്തൊരു കാറ്റഗറിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. എന്താണ് EM വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എടാ ഒന്നുമില്ല. ഈ ടൈപ്പ് വേവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് എന്ത് ആവശ്യമില്ല? സഞ്ചരിക്കണമെങ്കിൽ മീഡിയത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ സൂര്യൻ ഇങ്ങോട്ടേക്ക് ലൈറ്റ് വരുന്നത് എന്തിന്റെ ഫോമിലാണ് മക്കളെ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഫോമിലാണ്. നമുക്ക് ആക്ച്വലി +2 ഒരു ചാപ്റ്റർ തന്നെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കുറേ ഡീറ്റെയിൽ ചെയ്തിട്ട് ആരെ കുറിച്ച് പഠിക്കാനുണ്ടെന്ന് അറിയോ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മൾ അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, വിസിബിൾ, അതുപോലെ എക്സ്റേ, ഗാമാറേ, ഇങ്ങനെയുള്ള പേരൊക്കെ കേട്ടിട്ടില്ലേ? ഇവരൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവാ. ഇവർക്കൊന്നും സഞ്ചരിക്കാൻ എന്തിന്റെ ആവശ്യമില്ല? മീഡിയത്തിന്റെ ആവശ്യമില്ല. സോ നമ്മളിപ്പോൾ ഒരു സിമ്പിൾ ഡെഫിനിഷൻ പഠിച്ചു വെക്കാണ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്? They are non-mechanical waves which do not require a medium for their propagation. അവർ എന്തല്ല? മെക്കാനിക്കൽ വേവ്സ് അല്ല. അവർക്ക് സഞ്ചരിക്കാൻ മീഡിയത്തിന്റെ ആവശ്യമില്ല. എക്സാമ്പിൾ IR, ഇൻഫ്രാറെഡ്, UV, അൾട്രാ വയലറ്റ്, എക്സ്റേ. എന്താണ്? നമുക്ക് ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് എക്സാമ്പിൾ ആയിട്ട് പറയാം മക്കളെ. അടുത്തതാണ് മാറ്റർ വേവ് എന്ന് പറയുന്നത്. യെസ്, നോ മീഡിയം, മീഡിയത്തിന്റെ ആവശ്യമില്ല എന്ന് ഐശ്വര്യ കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്, അത് മൂന്നാമതായിട്ട് നമ്മൾ പറയുന്ന മാറ്റർ വേവ്. നമ്മൾ കെമിസ്ട്രിയിൽ ഡി ബ്രോഗ്ലി വേവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരു മാറ്ററുമായി അസോസിയേറ്റ് ചെയ്യുന്ന ആറ്റംസ്, മോളിക്യൂൾസ്, ഇതൊക്കെ അസോസിയേറ്റ് ചെയ്യുന്ന, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വേവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാറ്റർ വേവ് എന്ന് വിളിക്കുന്നത്. സോ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ഇത് എവിടെ പഠിക്കാനുണ്ട്? നമ്മുടെ +2 നമുക്ക് പഠിക്കാനുണ്ട്. ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററിലും ഡ്യുവൽ നേച്ചറിലൊക്കെ നമ്മൾ ഇതിന്റെ ഒരു മാറ്റർ വേവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പഠിക്കും. വളരെ കൂടുതലായിട്ട് നമ്മൾ കെമിസ്ട്രിയിലും പഠിക്കും. സോ മക്കളെ, ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ആരെ കുറിച്ച് മാത്രമാണ്? നമ്മുടെ മെക്കാനിക്കൽ വേവിനെ കുറിച്ച് മാത്രമാണ് പഠിക്കാനുള്ളത്. സോ മക്കൾ മനസ്സിലാക്കുക, മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്ന ആളെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ വേവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്നാമത്തെ ആളുടെ പേരാണ് ട്രാൻസ്വേഴ്സ് വേവ്, രണ്ടാമത്തെ ആളുടെ പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. സോ മെക്കാനിക്കൽ വേവ് എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? നിങ്ങളൊന്ന് മനസ്സിലാക്കുക. മെക്കാനിക്കൽ വേവ് എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തത്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ആളുടെ പേരെന്താ? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. രണ്ടാമത്തെ ആളുടെ പേരെന്താ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. സോ ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? മെക്കാനിക്കൽ വേവിനെ ഡിവൈഡ് ചെയ്ത് രണ്ടാക്കി വെച്ചിട്ടുണ്ട്. മക്കൾ മനസ്സിലാക്കി വെക്കണം, മെക്കാനിക്കൽ വേവ് രണ്ട് ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എടാ നോക്ക്, നമ്മളൊരു റിജിഡ് ആയിട്ടുള്ള ഒരു മതിലാണ്. ഇതൊരു മതിലാണ്. ഈ മതിലിന്റെ മുകളിൽ നമ്മളൊരു കയറ് കെട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ കയറിനെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, മുകളിലേക്കും താഴേക്കും. സോ ഇവിടുന്ന് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇത് മുകളിലേക്കും
താഴേക്കും എന്ത് ചെയ്യും, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ വേവ് ഇങ്ങോട്ടേക്കല്ലേ സഞ്ചരിക്കുന്നത്, വേവ് ഇങ്ങോട്ട് സഞ്ചരിക്കുന്നു. വേവ് ഏത് ഡയറക്ഷനിലാ, വേവ് ഈ ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നുണ്ട്. പാർട്ടിക്കിൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറയാം പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേവ് സഞ്ചരിക്കുന്നത്. പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് മുകളിലേക്കും താഴേക്കും, വേവ് പോകുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് പാർട്ടിക്കിളിന്റെ വൈബ്രേഷന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത്തരത്തിലുള്ള വേവിനാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാ. സോ മക്കൾ മനസ്സിലാക്ക്, എന്താ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാല് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേവ് സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള വേവിനെ നമുക്ക് എന്ത് വിളിക്കാം, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാം. സോ ഇവിടെ ഡെഫിനിഷൻ എന്താണ്, ഇഫ് ദി ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾ ഓഫ് ദി മീഡിയം ആൻഡ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആർ പെർപെൻഡിക്കുലർ, പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ then the wave is called a transverse wave. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാം. സോ മക്കളെ, ഹാർമോണിക് വേവ് ട്രാവലിംഗ് അലോങ് എ സ്ട്രെച്ചഡ് സ്ട്രിംഗ്, നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്ട്രെച്ചഡ് സ്ട്രിംഗിന്റെ മുകളിലുള്ള ഈ വേവിനെ നമുക്ക് എന്ത് പറയാം, ഇതിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ വേണ്ടി പറ്റുന്നത്, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് എക്സാമ്പിൾ ആയിട്ട് വിളിക്കാൻ പറ്റുന്നത്. അതേപോലെ വെള്ളത്തിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഓളങ്ങളെ നമുക്ക് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയാം. സോ മക്കൾ മനസ്സിലാക്കുക, ഇതിന് എന്ത് ആവശ്യമാണ്, മീഡിയം ആവശ്യമാണ്. ഇത് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എനർജി പോകുന്നുണ്ട്. ഇത് ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സാറ് പറയുന്ന സ്ലൈഡ് കാണുന്നില്ല എന്ന്, സാറ് പറയുന്ന സ്ലൈഡ് കാണുന്നില്ലേ, സ്ലൈഡ് നീങ്ങിയിട്ടില്ല, അവിടുന്ന് എന്തെങ്കിലും സ്റ്റക്ക് ഉണ്ടോ, നീങ്ങുന്നില്ലല്ലോ സ്ലൈഡ്. യെസ്, മക്കള് പറയുന്നു യെസ് സാറ് പറയുന്ന സ്ലൈഡ് കാണുന്നില്ല എന്ന് ഐശ്വര്യ കമന്റ് ചെയ്യുന്നുണ്ട്. ഷോ മക്കളെ, ചെറിയൊരു ടെക്നിക്കൽ എററാണ്. ഇപ്പൊ സെറ്റ് ആക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. എന്താണ് അവസ്ഥ, സ്ലൈഡ് മൂവ് ചെയ്യുന്നില്ല എന്നാണ് ഐശ്വര്യ പറയുന്നത്. ഒരു ചെറിയ ടെക്നിക്കൽ എററാണ് മക്കളെ, പെട്ടെന്ന് തന്നെ ശരിയാക്കാം. ഞാൻ പറയുന്ന കാര്യം മക്കൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഒന്നുകൂടെ പറയാം കേട്ടോ. യെസ്, ഓക്കെ അല്ലേ, യെസ് സ്ലൈഡ് കാണുന്നുണ്ട്. യെസ് എടാ, ചെറിയൊരു ടെക്നിക്കൽ എറർ സംഭവിച്ചതാണ്. ഞാനിവിടെ ഇങ്ങനെ ക്ലാസ് വരച്ചെടുത്തോണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എന്താക്കുന്നില്ല, നിങ്ങൾ കാണുന്നില്ല. അപ്പം ഇപ്പൊ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ സാർ, യെസ് ഐശ്വര്യ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കാം. മക്കളെ, ഇതിനിടയിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, സാർ ഇത് റിവിഷൻ പോലെയാണോ എടുക്കുന്നതെന്ന്. എടാ, നമ്മുടെ എക്സാമിന് വേണ്ട എല്ലാ പോയിന്റ്സ് ഇവിടെ എടുക്കുന്നുണ്ട്. സോ എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാലഞ്ച് അല്ലെ, നമ്മുടെ ഒരു 20 ദിവസത്തെ ടർബോ 20 എന്ന് പറയുന്ന ചാലഞ്ച് ആണിത്. ഈ ടർബോ 20 എന്ന് പറയുന്ന ഈ ചാലഞ്ചിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കിയിരിക്കേണ്ട എല്ലാ പോയിന്റ്സും ഇവിടെ ഡിസ്കസ് ചെയ്യും. സോ മക്കൾ മനസ്സിലാക്കുക എന്താണ് ഇവിടെ പറയുന്നത് എന്നുള്ളത്. സോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, എന്റെ മക്കൾ ഇത് കേട്ടിട്ടുണ്ടായിരിക്കില്ല, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും മക്കളെ, ഒരു മതില്, ഈ മതിലിൽ നമ്മളൊരു കയർ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. കയറിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കൈ മുകളിലേക്കും താഴേക്കും നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ദാ ഇവിടെ എന്ത് ചെയ്യും, കയർ മുകളിലേക്കും താഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, കൈ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്ന സമയത്ത് കയർ എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്, മുകളിലേക്കും താഴേക്കും. പക്ഷെ എനർജി പോകുന്നത് എങ്ങോട്ടേക്കാ, എനർജി പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലാ. സോ എനർജി പോകുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയും ഈ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവും അതുപോലെ തന്നെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതും പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത്തരത്തിലുള്ള വേവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുക. സോ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവും അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിളും, പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുക, കയർ വൈബ്രേറ്റ് ചെയ്യുന്നത് മുകളിലേക്കും താഴേക്കും, എനർജി പോകുന്നത് ഈ പെർപെൻഡിക്കുലർ
പെർപെൻഡിക്കുലർ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ്. എന്താണ് എക്സാമ്പിൾ? ഹാർമോണിക് വേവ് ട്രാവലിംഗ് അലോങ് എ സ്ട്രെച്ചഡ് സ്ട്രിംഗ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ വിളിക്കുന്നത് ട്രാൻസ്വേഴ്സ് വേവ്. നമ്മളൊരു എന്ത് ചെയ്യും? നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധനം തന്നെയാണ്. അതായത് ഈ കയറിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന വേവിനെ നമുക്ക് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം? ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. വെള്ളത്തിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഓളത്തിനെ നമുക്ക് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം? ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. സോ ഇത്ര മാത്രമേ ഉള്ളടാ, ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി. സോ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോവാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താണ്? യെസ്. അപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നതാണ്. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത്? എടാ സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെക്കാണ്, ഇവിടെ എന്തൊരു സ്പ്രിംഗ് ആണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ കൈ മുമ്പോട്ടേക്കും അതുപോലെ തന്നെ പുറകോട്ടേക്കും മൂവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിത് സ്പ്രിംഗിൽ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. നമ്മളൊരു സ്പ്രിംഗ് മതിലിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രിങ്ങിനെ മുമ്പോട്ടും പുറകോട്ടുമാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാ? പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എനർജി പോകുന്നത് അതേ ഡയറക്ഷനിലാണ്. സോ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതിന് പാരലൽ ആയിട്ടല്ലേ എനർജി ട്രാവൽ ചെയ്യുന്നത്? പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ട്, എനർജി ട്രാവൽ ചെയ്യുന്നത് ഇങ്ങോട്ട്. പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ ആര് പോകുന്നുണ്ട്? എനർജി ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത്തരത്തിലുള്ള വേവിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്ക്, ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്റെ മുമ്പിലുള്ള എയർ കോളം മുമ്പോട്ടാണ്, ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. എനർജി പോകുന്നത് ഇങ്ങോട്ടേക്കാണ്, പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാ. നോക്ക്, ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനർജി ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യും. നമ്മൾ കൈ വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ലേ, നമ്മുടെ കൈയുടെ മുകളിലേക്ക് എന്ത് വരുന്നുണ്ട്? ഒരു എനർജി വരുന്നുണ്ട്. സോ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് എനർജി പോകുന്നതെങ്കിൽ നമ്മൾ പറയും ഇതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന്. സോ എന്താണ് എക്സാമ്പിൾ? പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് ത്രൂ എ മീഡിയം ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ ഇൻ നേച്ചർ. അതായത് സൗണ്ട് സഞ്ചരിക്കുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? സൗണ്ട് വേവ് എന്ന് പറയുന്നത്, എയറിലുള്ള സൗണ്ട് വേവ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ ആണ്. ഓർത്തു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ. സോ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാണ്. എന്താണ്? ഡസ് ദ സൗണ്ട് വേവ് ഇൻ എയർ ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ ട്രാൻസ്വേഴ്സ്? നമ്മുടെ എയറിലുള്ള സൗണ്ട് വേവ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ ട്രാൻസ്വേഴ്സ് ആണോ എന്നുള്ളതാണ്. എടാ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ പറയാൻ വേണ്ടി പറ്റൂലേ, അത് എന്താണ്? അത് ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, when waves are produced in a string, ഒരു സ്ട്രിങ്ങിന്റെ മുകളിൽ, ഒരു കമ്പിയുടെ മുകളിൽ വേവ്സ് ഉണ്ടാവുന്ന സമയത്ത് the medium particle vibrate parallel to propagation of wave. വേവിന് എന്താണ്? പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് പാരലൽ ആയിട്ടാണ്. നമ്മളൊരു കമ്പി വലിച്ചു പിടിച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേവ് ഉണ്ടാവുന്നത് എന്തിന് എക്സാമ്പിൾ ആയിട്ടാണ്? ട്രാൻസ്വേഴ്സ് വേവ് അല്ലേ? സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശരിയാണോ? ഇവിടെ പറഞ്ഞിട്ടുള്ളത് തെറ്റാണ്. കാരണം നമുക്ക് പറയാൻ പറ്റും പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. കാരണം പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതിന് പാരലൽ ആയിട്ട് പോകുന്നത് ഏത് വേവ് ആണ്? നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് നമുക്ക് സ്പ്രിംഗിൽ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സൗണ്ട് വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെന്ന് പറയും. പക്ഷെ സ്ട്രിങ്ങിന്റെ മുകളിൽ ഉണ്ടാവുന്നത്, സ്ട്രിങ് എന്ന് പറയുന്ന ഒരു കമ്പി വലിച്ചു പിടിച്ചാൽ അതിന്റെ മുകളിൽ ഉണ്ടാവുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. സോ ട്രാൻസ്വേഴ്സ് വേവ് ആണ് ഇതിന് ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ഒരിക്കലും എന്തല്ല, ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യില്ല, മാച്ച് ചെയ്യൂല. സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിഫറൻഷിയേറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്? എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്? സാറി സബ്ജക്ട് A+ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടാ ആദ്യം ഒന്ന് പഠിക്കുക, ഇതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ നേരെ A+ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചാപ്റ്റർ പഠിക്കാതായി പോകരുത്. ഉറപ്പായിട്ടും A+ കിട്ടൂടാ. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണോ എക്സാമിനേഷൻ പഠിക്കേണ്ടത് അത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. ഞാൻ ഈ പറയുന്ന ഈ ഒരു വീഡിയോൻ്റെ അകത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത്. സോ നിങ്ങൾ ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ലൈവ് ശ്രദ്ധിച്ചിരുന്നോ, കൃത്യമായി നോട്ട്സ് ഒക്കെ എഴുതിക്കോ. നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? A+ എത്തിപ്പെടാൻ വേണ്ടി പറ്റും. സോ ഡിഫറൻഷിയേറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്, എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് എഴുതി കൊടുക്കാൻ സിമ്പിൾ ആണല്ലോ. നമ്മളിപ്പോൾ ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പ്ലെയിൻ മെക്കാനിക്കൽ വേവ് വിത്ത് വൺ എക്സാമ്പിൾ. എന്താണ് മെക്കാനിക്കൽ വേവ്? അതിനൊരു എക്സാമ്പിൾ കൊടുക്കാൻ. നമുക്കറിയാം എന്താണ് മെക്കാനിക്കൽ വേവ്. സഞ്ചരിക്കാൻ മീഡിയം ആവശ്യമുള്ള വേവിനെയാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്? മെക്കാനിക്കൽ വേവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ മെക്കാനിക്കൽ വേവ്സ് ആർ ദി വേവ്സ് വിച്ച് നെസസറിലി നീഡ്സ് എ മീഡിയം. മീഡിയം നിർബന്ധമായിട്ടും ആവശ്യമുള്ള വേവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നത്. സോ
which necessarily needs a medium. മീഡിയം നിർബന്ധമായിട്ടും വേണ്ട വേവിനെയാണ് നമ്മൾ മെക്കാനിക്കൽ വേവ് എന്ന് വിളിക്കുക. അവർക്ക് എക്സാമ്പിൾ ആയിട്ട് ആരെ പറയാം? സൗണ്ട് വേവ് മെക്കാനിക്കൽ വേവ് ആണ്. വേവ് ആണ് സ്ട്രെച്ചഡ് സ്ട്രിംഗ്, വലിച്ചു പിടിച്ച ഒരു കമ്പിയുടെ മുകളിൽ ഉണ്ടാവുന്ന വേവ് എന്താണ്? മെക്കാനിക്കൽ വേവ് ആണ്. വെള്ളത്തിന്റെ മുകളിൽ ഉണ്ടാവുന്ന വേവ് മെക്കാനിക്കൽ വേവ് ആണ്. ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഇത് ക്ലിയർ ആയിട്ട് യെസ്, സൗണ്ട് വേവ് ഒക്കെ മെക്കാനിക്കൽ വേവ് ആണ്. സോ എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾ എന്താക്കി വെക്കുക? ഒരു 2-3 എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. നേരെ നമ്മൾ പോകുന്നത് ഈ ചാപ്റ്ററിൽ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ്. ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ്. എടാ, പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാവലിംഗ് വേവ്, അതായത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന വേവ് ആണ്. അതാവുന്ന എന്തുണ്ട്? അത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മളൊരു കയർ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേവ് ഇങ്ങനെ സഞ്ചരിച്ചു പോലെ, അതിനാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? പ്രോഗ്രസീവ് വേവ്. സോ പ്രോഗ്രസീവ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ നോക്കൂ മക്കളെ. ഒരു വേവ്, ഇതൊരു വേവ് ആണ്. ഈ ഒരു വേവിനെ നമുക്ക് ഇതൊരു വേവ് ആണ്. ഈ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇയാളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ്. ഇത് ഞാൻ ഈ ആരോ മാർക്ക് ഇടുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്കും താഴേക്കും ഇത് മൂവ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. സോ ഈ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഓഫ് എ പ്രോഗ്രസീവ് വേവ്. അപ്പം ഒരു പ്രോഗ്രസീവ് വേവിന്റെ ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ, ഇവിടെ ഞാൻ വരച്ച ആരോ മാർക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതല്ല, മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്ന ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എന്താക്കുന്നത്? ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ നോക്കിക്കോ മക്കളെ, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ആരോ മാർക്കും ഇവിടെ കാണിച്ച ആരോ മാർക്കും ഇവിടെ കാണിച്ച ആരോ മാർക്കും വലിപ്പത്തിൽ വ്യത്യാസമില്ലേ? അവിടെ ഏറ്റവും വലിയ ആരോ മാർക്ക് ആരാണ്? ഇവിടെ ഞാൻ കാണിച്ച ഇതാണ് ഏറ്റവും വലിയ ആരോ മാർക്ക്. സോ ഏറ്റവും വലിയ ഡിസ്പ്ലേസ്മെന്റ് അറിയപ്പെടുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഒരു വേവിന്റെ ഏറ്റവും വലിയ ഡിസ്പ്ലേസ്മെന്റ് അറിയപ്പെടുന്ന പേരാണ്, ഇയാൾ അറിയപ്പെടുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ വേവ് ആണ് നമ്മൾ എന്ത് വിളിക്കുക? ആംപ്ലിറ്റ്യൂഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ മക്കൾ മനസ്സിലാക്കണം, ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ആള്, ഇവിടെ നമ്മൾ കാണുന്ന ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ആളുടെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. മക്കൾ നോക്കിക്കോ, ഒരു വേവ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ആ വേവിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ്? y of x, t is equal to a sin kx minus omega t plus phi. എന്താണ് എ എന്ന് പറഞ്ഞാൽ? എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ആംപ്ലിറ്റ്യൂഡ് ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷന്റെ അകത്ത് നിന്ന് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആംപ്ലിറ്റ്യൂഡ് ആണ്. അടുത്തത് കെ എന്ന് പറയുന്ന ആളെ നമ്മൾ പഠിക്കുക. ഇതിന്റെ അകത്ത് ഇക്വേഷനിനകത്ത് നമ്മൾ കാണുന്ന ഒരാളാണ് കെ എന്ന് പറയുന്നത്. കെ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ വേവ് നമ്പർ. എന്താണ്? ആംഗുലാർ വേവ് നമ്പർ. ഈ കെ എന്ന് പറയുന്ന ആളുടെ ഇക്വേഷൻ എന്താണെന്നറിയോ? കെ ഇസ് ഈക്വൽ ടു 2π/λ. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2π/λ. ഇനി അടുത്ത ആളാരാണ്? കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പൊസിഷൻ വേരിയബിൾ. അതായത് ഇത് മുമ്പോട്ട് പോകുന്തോറും ഇതിന്റെ എക്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. മുമ്പോട്ട് പോകുന്തോറും, ഞാനിവിടെ ഈ എക്സ് ആക്സിസിനെയാണ് ഞാൻ എക്സ് എന്ന് വിളിച്ചത്. സോ ഈ മുമ്പോട്ട് പോകുന്തോറും അതിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അതിന് നമ്മൾ പൊസിഷൻ വേരിയബിൾ എന്ന് പറയും. സോ എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ വേരിയബിൾ ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി. എന്താണ് നമ്മൾ വിളിക്കുന്നത്? ആംഗുലാർ ഫ്രീക്വൻസി. അതിന്റെ ഇക്വേഷനും പഠിച്ചു വെക്കണം. ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t, 2π ടൈം പീരീഡ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2π into ഫ്രീക്വൻസി എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഈ ഇക്വേഷൻസ് മക്കൾ എന്താക്കി വെക്കണം? നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. റെഡി ആണല്ലോ? സോ നമ്മൾ ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്. മുമ്പോട്ട് പോകുന്തോറും സമയം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അടുത്തത് ഫേസ്. ഫൈ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഫേസ് എന്നാണ് നമ്മൾ പറയാ. എന്താണ് പറയാ? ഇനീഷ്യൽ ഫേസ്. സോ എന്താണ് ഫൈ? ഇവിടെ നോക്ക്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. സോ നമ്മൾ ഇതിന്റെ ഇനീഷ്യൽ ഫേസ് എന്താ വിളിക്കുക? 0 എന്ന് വിളിക്കും. പക്ഷെ ചില വേവ്സ് ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയും ഇത് സ്റ്റാർട്ട് ചെയ്തത് 90 നിന്നാണ്. അതിന്റെ ഇനീഷ്യൽ ഫേസ് എത്രയാണ്? 90 ആണ്. സോ ഈ രണ്ട് വേവ്സ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഇത് 1, ഇത് 2, ഈ രണ്ട് വേവ്സിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇയാൾ 0-ൽ നിന്നും ഇയാൾ 90-ൽ നിന്നുമാണ് തുടങ്ങിയത്. സോ ഇവർക്കിടയിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? ഇവർക്കിടയിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പറയും. സോ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യലി അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഏതാണ്, അതിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയാ. സോ ഇനീഷ്യലി ഇത് സ്റ്റാർട്ട് ചെയ്തത് 0-ൽ നിന്നാണ്. സോ നമ്മൾ പറയും 0 ആണ് ഫേസ്. ഇവിടുത്തെ വേവ് സ്റ്റാർട്ട് ചെയ്തത് 90-ൽ നിന്നാണ്. സോ 90 ആണ് അതിന്റെ ഫേസ്, ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയാൽ മതി. സോ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്താണ്? പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന ഒരു വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ് ഞാൻ തന്നത്. സപ്പോസ് ഒരു വേവ്
നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിലോ, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന വേവിന്റെ ഇക്വേഷൻ എന്താ, അത് നമ്മൾ പഠിക്കണം. y ഓഫ് എക്സ് കോമ ടി, ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന വേവ് ആണ്. നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന വേവ് ആണെങ്കിൽ y ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി പ്ലസ് 5. ഇതാണ് നമ്മുടെ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന വേവിന്റെ ഇക്വേഷൻ. സോ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന വേവിന്റെ ഇക്വേഷൻ മക്കൾ പഠിക്കണം. അതേപോലെ തന്നെ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന വേവിന്റെ ഇക്വേഷൻ മക്കൾ പഠിച്ചു വെക്കണം. ഈ രണ്ട് ഇക്വേഷൻസ് ഇവിടെ നമുക്ക് എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ നോക്കിക്കോ, നമുക്ക് ഇവിടെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ. ഇതാണ് ഒരു വേവ് എന്നുണ്ടെങ്കിൽ ഇതൊരു വേവ് ആണ്. ഈ വേവിന്റെ ഈ ഉയർന്നു നിൽക്കുന്ന പോർഷനെ നമ്മൾ എന്ത് വിളിക്കും, ക്രസ്റ്റ് എന്ന് വിളിക്കും. താഴ്ന്നു നിൽക്കുന്ന ഈ ഒരു പോർഷനെ നമ്മൾ ട്രഫ് എന്ന് വിളിക്കും. ഇതാണ് ടോട്ടൽ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഒരു വേവിന്റെ ക്രസ്റ്റ് മുതൽ ട്രഫ് വരെയുള്ള ഈ ഒരു അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വേവ് ലെങ്ത് എന്ന് പറയാ. ഇവിടെ ഉണ്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്താ വിളിക്കുക, ആംപ്ലിറ്റ്യൂഡ് എന്നാ വിളിക്കുക. അതാ ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. പക്ഷെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്ത് വിളിക്കും, ആംപ്ലിറ്റ്യൂഡ് എന്ന് നമ്മൾ വിളിക്കും. സോ ഇത് മനസ്സിലാക്കി വെക്കണം. ഇനി നോക്കൂ മക്കളെ, ഒരു സെക്കൻഡ്, സപ്പോസ് ഇവിടെ ഒരു സെക്കൻഡ് ആണ്, ടൈം അല്ലേ നമ്മൾ ഇവിടെ എടുത്ത എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് ആണെങ്കിൽ ഒരു സെക്കൻഡിൽ ഇപ്പൊ എത്ര വേവ് ഉണ്ടായി നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് ഒരു വേവ്, ഇത് രണ്ടാമത്തെ വേവ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര വേവ് ഉണ്ടായി, ഒരു സെക്കൻഡിൽ 2 വേവ് ഉണ്ടായി. സോ 2 ആണ് ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ള വേവിന്റെ ഫ്രീക്വൻസി എത്രയാണ്, 2 ആണ്. ഒരു സെക്കൻഡിൽ ഉണ്ടായ വേവിന്റെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ എത്ര വേവ് ഉണ്ടായി അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫ്രീക്വൻസി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് മനസ്സിലാക്കി വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ നേരെ സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ്, എന്താണ് ഒരു ട്രാവലിംഗ് വേവിന്റെ സ്പീഡിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. 2 മെത്തേഡിൽ മക്കളെ ഞാൻ പഠിപ്പിച്ചു തരാം. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നടാ, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. നമ്മൾ ഇനീഷ്യൽ ഫേസ് 0 ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാണ് കെ എക്സ് മൈനസ് ഒമേഗ ടി എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. കെ എക്സ് മൈനസ് ഒമേഗ ടി എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതാം ഡി ബൈ ഡി ടി ഓഫ് കെ എക്സ് മൈനസ് ഒമേഗ ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് കോൺസ്റ്റന്റ്. മക്കളെ ഇവിടെ നമുക്ക് എഴുതാം ഡി ബൈ ഡി ടി ഓഫ് കെ എക്സ് മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് കോൺസ്റ്റന്റ് എന്താ, 0. സോ മക്കളെ ഇതിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കെ നമ്മൾ പുറത്തേക്ക് എഴുതിയാൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതിക്കൂടെ, മൈനസ് ഒമേഗ കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എഴുതിയാൽ ഡി ടി ബൈ ഡി ടി എന്ന് എഴുതിക്കൂടെ. ദിസ് ഇസ് ഈക്വൽ ടു 0. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ കെ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലേ. സോ കെ ഇൻറ്റു വെലോസിറ്റി മൈനസ് ഒമേഗ ഈക്വൽ ടു 0. മൈനസ് ഒമേഗ ഈക്വൽ ടു അപ്പുറത്തേക്ക് പോയാൽ നമുക്ക് എന്തെഴുതാം, കെ വി ഇസ് ഈക്വൽ ടു ഒമേഗ. ഇനി വി നമ്മൾ ഇവിടെ നിർത്തിയിട്ട് കെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഒമേഗ ഡിവൈഡഡ് ബൈ കെ. സോ വെലോസിറ്റിയുടെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി, ഒമേഗ ഡിവൈഡഡ് ബൈ കെ. ഇനി നമ്മൾ എന്ത് പറയാണ്, ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം, ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ന്യൂ ആണെന്ന് നമുക്കറിയാം. കെ എന്ന് പറഞ്ഞാൽ 2π ബൈ ലാംഡയാണെന്ന് നമുക്കറിയാം. സോ 2π ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്തെഴുതാം, ന്യൂ ലാംഡ എന്ന് എഴുതാം. സോ നമ്മുടെ ഇക്വേഷൻ കിട്ടി, വി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഇരിക്കുന്നുണ്ടല്ലോ. ഇതൊരു മെത്തേഡാണ്, നമ്മളിത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ്, ഒരു ട്രാവലിംഗ് വേവിന്റെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. പക്ഷേ ഇത് നമുക്ക് വേറൊരു രീതിയിലും കാണാൻ വേണ്ടി പറ്റും. സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ഞാൻ എന്താണ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു ട്രിക്കും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. സോ രണ്ടാമത്തെ മെത്തേഡാണ്, സെക്കൻഡ് മെത്തേഡാണ്. ഇത് നിർബന്ധമില്ല, നിങ്ങളിത് തന്നെ പഠിക്കണം എന്നില്ല, ഇത് പഠിച്ചാലും മതി. ഞാനിപ്പോൾ എഴുതിയ മെത്തേഡ് പഠിച്ചാലും മതി. നിങ്ങളുടെ സ്കൂളിൽ ഏത് മെത്തേഡാണോ എടുത്തിട്ടുള്ളത് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഡെറിവേഷൻ്റെ കേസിലൊക്കെ യാതൊരു നിർബന്ധമില്ല, നിങ്ങൾ ഇന്ന തന്നെ പഠിക്കണം എന്നൊരു നിർബന്ധമില്ല. നമ്മുടെ മാർക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് എഴുതിയാൽ മതി. സോ നമ്മുടെ രണ്ടാമത്തെ മെത്തേഡാണ്. മക്കളെ നോക്ക്, ഇതൊരു വേവ് ആണ്. ഇതൊരു വേവ് ആണെങ്കിൽ ഇതിന്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഇതല്ലേ നമ്മുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ എന്താ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, ഡിസ്പ്ലേസ്മെന്റ് ലാംഡ. അതിനെടുത്ത സമയത്തിനെ നമ്മൾ എന്ത് വിളിക്കും, ടൈം പീരീഡ് എന്ന് പറയും. സോ 1 ബൈ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, 1 ബൈ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. സോ
വി ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ന്യൂ. നമുക്ക് ഇക്വേഷൻ പെട്ടെന്ന് കിട്ടി. സോ ഇത്രയും സ്റ്റെപ്പ് ഒന്നും നമ്മൾ എഴുതാതെ തന്നെ നമുക്ക് എന്ത് എഴുതി, ലാംഡ ഇൻറ്റു ന്യൂ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ മക്കൾക്ക് എന്ത് ചെയ്യാം, ഇത് പഠിക്കാൻ വേണ്ടി പറ്റും. യാതൊരു കുഴപ്പമില്ല. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, ഇത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഏത് മെത്തേഡ് വേണം, ഇങ്ങനെ മെത്തേഡ് തന്നെ എടുക്കണം, യാതൊരു നിർബന്ധമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു മെത്തേഡായിട്ട് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. ഇതാണ് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള, ഞാനിപ്പോൾ ഇവിടെ കാണിച്ച ഇതാണ് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് എങ്കിലും നിങ്ങൾക്ക് രണ്ടും ഫോളോ ചെയ്യാം. സോ നമ്മളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. എ വേവ് ട്രാവൽ. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ഒരു ടൈപ്പ് എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. എ വേവ് ട്രാവലിംഗ് അലോങ് എ സ്ട്രിംഗ് ഈസ് ഗിവൺ ബൈ y of x, t is equal to 0.005 sin 80.0x minus 3.0t in which numerical constants are in SI unit. നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞത് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ. എടാ ഇക്വേഷൻ്റെ അകത്ത് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ കമ്പയർ ചെയ്താൽ പോരെ. ഇത് എങ്ങനെയാണ് വരുന്നത്, ഇത് നമുക്കറിയാം. എ എന്ന് പറയുന്നത് y of x, t is equal to എന്താണ്, a sin kx minus omega t ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ഥാനത്ത് ആരാ ഉള്ളത്, 0.005. സോ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 0.005 മീറ്റർ ആണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ബി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്താ, വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, കെ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാ, 80 ആണ്. കെ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, 2π ലാംഡ. സോ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാംഡ ഇസ് ഈക്വൽ ടു 2π k, അതായത് 2 × 3.14 ഡിവൈഡഡ് ബൈ കെ എന്ന് പറഞ്ഞാൽ 80. സോ നമുക്ക് എന്തെഴുതാം, 0.0785 മീറ്റർ എന്ന് കൊടുക്കാം. സോ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഈ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. മൂന്നാമതായിട്ട് സി ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിച്ചത് പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദി വേവ് ആണ്. ഇതിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഒമേഗ എന്ന് പറഞ്ഞ് നമുക്ക് തന്നത് എത്രയാ, 3 ആണ്. സോ നമ്മൾ എഴുതാം ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t. സോ നമുക്ക് ടി അല്ലേ കണ്ടുപിടിക്കേണ്ടത്, ടി ഇസ് ഈക്വൽ ടു 2π/ഒമേഗ. സോ 2 × 3.14 ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് പറഞ്ഞാൽ എത്രയാ, ഒമേഗ എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 2.09 സെക്കൻഡ്സ് എന്ന് നമുക്ക് കിട്ടും. സോ നമ്മുടെ വാല്യൂ നമുക്ക് കിട്ടി. അടുത്തത് ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, നമ്മളോട് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ന്യൂ ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ്. അതായത് ന്യൂ ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ് ആണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 2.09 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.45 സെക്കൻഡ്സ്. ഇത്രയും വാല്യൂ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ എന്ത്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മക്കൾ കമന്റ് ചെയ്തേ, ഈ ഒരു വേവ് ഏത് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. മക്കൾ കമന്റ് ചെയ്യണം, ഏത് ഡയറക്ഷനിലാണ് ഈ ഒരു വേവ് സഞ്ചരിക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എത്രയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടാ ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 4 to 5 മാർക്ക് വരെ നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ചാപ്റ്ററിന്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 4 to 5 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. സോ മക്കളെ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന കാര്യം, നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പറ, ഈ ഒരു വേവ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണോ സഞ്ചരിക്കുന്നത്, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണോ? ഇത് നോക്കിയിട്ട് പറ, ഇക്വേഷൻ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ പറ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന വേവ് ആണോ, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന വേവ് ആണോ? ഇത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടെ. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന മക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ വേവ് ഞാനിപ്പോ തന്ന ഈ ഒരു വേവ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണോ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണോ സഞ്ചരിക്കുന്നത്? കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും. യെസ്, ആർക്കാണ് പറയാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒന്ന് നോക്കട്ടെ, ആര് പറയും എന്നുള്ളത് ഞാനൊന്ന് അറിയട്ടെ. അടുത്തത് ഇംപ്രൂവ്മെന്റ് എക്സാം 2020 ചോദ്യമാണ്. എ വേവ് ഈസ് റെപ്രസെന്റഡ് ബൈ ദി ഇക്വേഷൻ y of x, t is equal to a sin kx plus omega t. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. Is it a traveling or stationary wave? ഇതൊരു ട്രാവലിംഗ് വേവ് ആണോ സ്റ്റേഷനറി വേവ് ആണോ? നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ a y of x, t is equal to a sin kx minus omega t. ആ സെയിം ഇക്വേഷൻ അല്ലേ ഇവിടെ തന്നിട്ടുള്ളത്? അല്ലെങ്കിൽ kx plus omega t, ആ ഇക്വേഷൻ അല്ലേ ഇവിടെ തന്നിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് മക്കളെ? നമ്മൾ പറയാണ് ഈ വേവ് ഒരു ട്രാവലിംഗ് വേവ് ആണ്. ഈ വേവ് എന്താണ്? ഒരു ട്രാവലിംഗ് വേവ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് എയുടെ ആൻസർ ആയിട്ട് കൊടുക്കുന്നത്? ട്രാവലിംഗ് വേവ് ആണ്. അടുത്ത ബിയുടെ ആൻസർ എന്ന് പറയുന്നത് വാട്ട് ഡസ് ഒമേഗ ആൻഡ് കെ റെപ്രസെന്റ്? ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ ഫ്രീക്വൻസി. അടുത്തത് കെ എന്ന് പറഞ്ഞാൽ എന്താ? കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ വേവ് നമ്പർ. അടുത്തത്
ഫൈൻഡ് ഔട്ട് ദ വേവ് ലെങ്ത് ഫ്രം ദ ഇക്വേഷൻ. ഇക്വേഷൻ്റെ അകത്ത് നിന്ന് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ. എടാ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? k is equal to 2 pi by lambda. അങ്ങനെയാണെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ലാംഡ ഇസ് ഈക്വൽ ടു 2 pi ഡിവൈഡഡ് ബൈ k. ഇതാണ് വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഇക്വേഷൻ്റെ അകത്ത് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് നിങ്ങൾ സോർട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ? സോ മക്കളെ, നമ്മൾ നേരെ പോകുന്നത് സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ് ഇൻ എ സ്ട്രെച്ചഡ് സ്ട്രിങ്. ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങിലുള്ള ട്രാവലിംഗ് വേവിന്റെ സ്പീഡിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ മക്കളെ, വലിച്ചു പിടിച്ചൊരു കമ്പി, അതിന്റെ മുകളിൽ ഉണ്ടാവുന്ന ട്രാവലിംഗ് വേവിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ലീനിയർ മാസ് ഡെൻസിറ്റി ആയിട്ടുള്ള മ്യൂ, മറ്റൊന്ന് ഈ കമ്പി വലിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ. സോ നമ്മൾ ഇക്വേഷൻ പറയാൻ വേണ്ടി പോവാണ്. V is equal to root T by mu. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. V is equal to root T by mu. ഇതാണല്ലോ ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ പ്രകാരം മക്കളെ പറ, ഈ ഒരു ഇക്വേഷൻ പ്രകാരം എന്താണ് T എന്ന് പറഞ്ഞാൽ? T എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ മാസ് ഡെൻസിറ്റി. ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറയും. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? മ്യൂ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സ്ട്രിംഗ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് സ്ട്രിംഗ്. ഇതാണ് നമ്മുടെ മ്യൂ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം അല്ലെ? അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഏതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എ സ്റ്റീൽ വയർ ഓഫ് 0.72 meter long has a mass of 5 × 10⁻³ kilogram. If the wire is under a tension of 60 Newton, what is the speed of transverse wave on the wire? അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? L നമുക്ക് തന്നിട്ടുണ്ട് 0.72 meter. അതേപോലെ തന്നെ M നമുക്ക് തന്നിട്ടുണ്ട് 5.0 × 10⁻³ kilogram. അതേപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ളത് ടെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട് 60 ന്യൂട്ടൺ അല്ലെ? കമ്പിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന വലിവ് അത് അത്രയും നമുക്ക് തന്നിട്ടുണ്ട്. 60 ന്യൂട്ടൺ ആണ് തന്നിട്ടുള്ളത്. നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞത് എന്താ? വെലോസിറ്റി ആണ് കാണാൻ പറഞ്ഞത്. റൂട്ട് T by mu ആണ്. പക്ഷെ മ്യൂ നമുക്കറിയോ? മ്യൂ നമുക്കറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? മ്യൂ കണ്ടുപിടിക്കണം. മ്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ ലെങ്ത്. സോ മാസ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 5.0 × 10⁻³ divided by 0.72. That is equal to നമുക്ക് എന്ത് എഴുതാം? 6.9 × 10⁻³ kg/meter എന്ന് പറയാം. സോ നമ്മൾ ഈ നേരെ ഈ വാല്യൂ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ 60 divided by 6.9 × 10⁻³ kilogram. ഇതിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 93 meter/second എന്ന് കിട്ടും. സോ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് നമുക്ക് ആവശ്യമുണ്ട്? മ്യൂ എന്ന് പറയുന്ന വാല്യൂ നമ്മൾക്ക് ആവശ്യമുണ്ട്. ഇത് മനസ്സിലാക്കി വെക്കണം. നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട വാല്യൂ ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. റെഡി ആണല്ലോ? സോ നമ്മൾ പെട്ടെന്ന് തന്നെ മുമ്പോട്ടേക്ക് പോവാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ ലാസ്റ്റ് സെഷൻ ആണ് വരുന്നത്. സോ ആ ലാസ്റ്റ് സെഷനും കൂടെ കഴിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ലൈവ് എന്ത് ചെയ്യാം? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ മക്കളെ, സ്പീഡ് ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആരെയാ പഠിച്ചത്? സൗണ്ട് വേവ് എക്സാമ്പിൾ ആയിട്ടാണ് പഠിച്ചത്. സോ സൗണ്ട് വേവിന്റെ വെലോസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഇത് എങ്ങനെയാ പോകുന്നത്? ഇത് സോളിഡ് ബാറിലാണ്. ഇൻ എ സോളിഡ് ബാറിലൂടെ സൗണ്ട് സഞ്ചരിക്കുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി. മക്കളെ, സോളിഡ് ബാർ എന്ന് പറയുമ്പോൾ റെയിലിന്റെ മുകളിലൂടെ ഒക്കെ സൗണ്ട് സഞ്ചരിക്കുന്ന വെലോസിറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് എഴുതാം. V is equal to root of y by rho. എന്താണ് y എന്ന് പറഞ്ഞാൽ? മക്കളെ, y എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ആണ്. y എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ്. നമ്മൾ മോഡുലസ് ഓഫ് വെലോസിറ്റി ഒക്കെ പഠിച്ചിട്ടില്ലേ? യങ്സ് മോഡുലസ് ആണ്. റോ എന്ന് വെച്ചാൽ എന്താ? ഡെൻസിറ്റി, ആ മീഡിയത്തിന്റെ ഡെൻസിറ്റി. അടുത്തത് സൗണ്ട് സഞ്ചരിക്കുന്നത് ഏതിലൂടെയാ? ഇൻ എ ഫ്ലൂയിഡിലൂടെ സൗണ്ട് സഞ്ചരിക്കുന്ന സമയത്തുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. അതിന്റെ ഇക്വേഷൻ ആണ് V is equal to root B by rho. എന്താണ് B എന്ന് പറഞ്ഞാൽ? അത് ബൾക്ക് മോഡുലസ് ആണ്. ബൾക്ക് മോഡുലസ്. റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി. സോ ഇക്വേഷൻസ് മാത്രം മക്കൾ പഠിച്ചു വെക്കുക. ഒരു സോളിഡ് ബാറിലൂടെ ഉണ്ടാവുന്ന സൗണ്ടിന്റെ വെലോസിറ്റി റൂട്ട് ഓഫ് y by rho ആണ്. ഒരു ഫ്ലൂയിഡിലൂടെ സൗണ്ടിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് B by rho ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ പറയാ ഫ്ലൂയിഡിലൂടെ തന്നെ സഞ്ചരിക്കുന്നതാണ്. പക്ഷെ എന്താണ്? നമ്മൾ ഇവിടെ എടുക്കുന്ന ഐഡിയൽ ഗ്യാസ് ആണ്. ഓക്കെ, ഇൻ ആൻ ഐഡിയൽ ഗ്യാസിലുള്ള സൗണ്ടിന്റെ വെലോസിറ്റി. സോ നമ്മൾ പറയാണ് V is equal to root P by rho.
നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ ന്യൂട്ടൺ ആണ്. അതുകൊണ്ട് നമ്മൾ പറയും എന്താണ് ന്യൂട്ടൺസ് ഫോർമുല എന്ന് പറയും. ഇതിൽ ന്യൂട്ടൺ എടുത്തത് എന്താ ബൾക്ക് മോഡുലസ് പ്രഷറിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. ബൾക്ക് മോഡുലസ് എന്തിന് ഈക്വൽ ആണ്? പ്രഷറിന് ഈക്വൽ ആണ്. ബിക്കോസ് ഇതെന്താണ് ഐസോതെർമൽ പ്രോസസ് ആണ്. ഐസോതെർമൽ പ്രോസസ് ആണ്. അതായത് സൗണ്ട് എയറിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അതെന്തായിരിക്കും? അതൊരു ഐസോതെർമൽ പ്രോസസ് ആയിട്ടാണ് നമ്മൾ ന്യൂട്ടൺ മനസ്സിലാക്കുന്നത്. പക്ഷെ ന്യൂട്ടന് ശേഷം ആര് വന്നു? ലാപ്ലേസ് വന്നു. ലാപ്ലേസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് വന്നിട്ട് പറയാണ് സൗണ്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കംപ്രഷനും റെയർഫാക്ഷൻസും, അതായത് ഈ മോളിക്യൂൾസ് അടുത്തടുത്ത് നിൽക്കുന്ന റീജിയനെ കംപ്രഷൻ എന്നും വിട്ട് നിൽക്കുന്ന റീജിയനെ റെയർഫാക്ഷൻ എന്നും പറയും. സോ സൗണ്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഈ മോളിക്യൂൾസ് അടുത്തടുത്ത് നിൽക്കുന്ന റീജിയനും വിട്ട് നിൽക്കുന്ന റീജിയനും തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറന്റ് ആണ്. അതുകൊണ്ട് അതൊരു അഡിയാബാറ്റിക് പ്രോസസ് ആണെന്ന് ലാപ്ലേസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് വന്നിട്ട് പറഞ്ഞു. സോ ലാപ്ലേസ് എന്ത് നടത്തി? ഒരു കറക്ഷൻ നടത്തി. എന്നിട്ട് പറയാണ് വി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഗാമ, ഓക്കെ, റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. അപ്പൊ ഗാമ എന്ന് പറയുന്ന ആളെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഗാമ എന്ന് പറയുന്നത് നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടേം ആണ് ഗാമ എന്ന് പറയുന്നത്. സോ ഇവിടെ ഗാമ പി ബൈ റോ എന്ന് പറയുന്നതാക്കി മാറ്റി. സോ ഇവിടെ ലാപ്ലേസിന്റെ അസംഷൻ പ്രകാരം ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഗാമ പീക്കാണ് ഈക്വൽ, വെറും പീക്ക് അല്ല ഈക്വൽ. സോ ഇതാണ് ലാപ്ലേസ് ന്യൂട്ടൺ ഇക്വേഷൻ നടത്തിയിട്ടുള്ള കറക്ഷൻ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒരിക്കൽ മാത്രം എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട്, പണ്ടൊരിക്കൽ എക്സാമിന് ഇത് എന്താക്കിയിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായാൽ മതി. റെഡി ആണല്ലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ പെർഫെക്റ്റ് റിജിഡ് ബോഡി? പെർഫെക്റ്റ് റിജിഡ് ബോഡിയിലെ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? എടാ അത് സിമ്പിൾ ആണ്. പെർഫെക്റ്റ് റിജിഡ് ബോഡി ആണെന്നുണ്ടെങ്കിൽ ഇൻ പെർഫെക്റ്റ് റിജിഡ് ബോഡി ബൾക്ക് മോഡുലസിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. ബൾക്ക് മോഡുലസിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബൾക്ക് മോഡുലസ് ഡിവൈഡഡ് ബൈ റോ അല്ലേ? ബൾക്ക് മോഡുലസ് ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വി എന്ത് കിട്ടും? ഇൻഫിനിറ്റി കിട്ടും. സോ നമ്മുടെ വെലോസിറ്റി എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. അവിടെ വെലോസിറ്റി ഇൻഫിനിറ്റി ആവുന്നത് എന്തുകൊണ്ടാണ്? ബൾക്ക് മോഡുലസ് ഇൻഫിനിറ്റി ആയതുകൊണ്ടാണ്. സോ സൗണ്ട് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എ പെർഫെക്റ്റ് റിജിഡ് ബോഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. മനസ്സിലാക്കി വെക്കാം. അടുത്തത്, വൈ ഡസ് സൗണ്ട് ട്രാവൽ ഫാസ്റ്റർ ഇൻ അയൺ ദാൻ ഇൻ എയർ? എന്താണ് കാരണം? അതിന്റെ കാരണം മോളിക്യൂൾസ് ഇൻ സോളിഡ് ആർ ക്ലോസർ. സോളിഡിലൂടെ സൗണ്ട് സഞ്ചരിക്കുന്നതിന്റെ വേഗത കൂടുതലും എയറിലൂടെ കുറവുമാണ്. അതിന്റെ കാരണം എന്താണെന്നാ ചോദിക്കുന്നത്. നമ്മൾ പറയാണ് സോളിഡ്സ് എന്ന് പറയുന്ന മോളിക്യൂൾസ് അടുത്തടുത്ത് നിൽക്കുന്നതിനെ കൊണ്ട് സൗണ്ട് വളരെ വേഗതയിൽ ട്രാവൽ ചെയ്യും. എയറിൽ മോളിക്യൂൾ വിട്ട് നിൽക്കുന്നതിനെ കൊണ്ട് സൗണ്ട് എന്ത് ചെയ്യും? വളരെ പതിയെ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ കമ്പയർ ടു സോളിഡ്. സോ ഇതിന് ആൻസർ മോളിക്യൂൾസ് ഇൻ സോളിഡ് ആർ ക്ലോസർ. ഇതാണ് കാരണം. അടുത്തത് സ്റ്റേഷനറി വേവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഈ ഒരൊറ്റ കോൺസെപ്റ്റോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ തീർത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോളിഡ്സിൽ ഉണ്ടാവുന്ന സ്റ്റേഷനറി വേവ്സ്. എന്താണ് സ്റ്റേഷനറി വേവ്സ്? മക്കളെ നോക്ക്, ഒരു വേവ് ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്. ഇവിടുന്ന് ഒരു വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് അങ്ങനെ പോയി ഇവിടെ തട്ടി. ഇതൊരു റിജിഡ് ആയിട്ടുള്ള വോളാണ്. ഈ വോൾ തട്ടി കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? വേവ് നേരെ തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങും. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ ഈ വോളിൽ തട്ടും. സോ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ട്രാപ്പ് ചെയ്യപ്പെടുന്ന ഈ ഒരു വേവ് പാറ്റേണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റാൻഡിങ് വേവ്. ഇത് സഞ്ചരിക്കുന്നുണ്ടോ? ഇത് സഞ്ചരിക്കുന്നില്ല. ആക്ച്വലി എന്താവുകയാണ്? ഇവിടെ ട്രാപ്പ് ചെയ്യുക. രണ്ട് റിജിഡ് ആയിട്ടുള്ള സപ്പോർട്ടിന്റെ ഇടയിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള വേവ് ആണ് നമ്മൾ സ്റ്റാൻഡിങ് വേവ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ എന്താക്കിയിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. മക്കൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്ക്, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് 0, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് 0, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് 0, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് 0. ഇതിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ഇവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ഇവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആന്റി നോഡ് എന്ന് നമ്മൾ പറയുന്നത്. സോ മക്കൾ മനസ്സിലാക്കണം, ഇവിടെ നമുക്ക് രണ്ട് വേവ്സ് കിട്ടിയിട്ടുണ്ട്. y1 എന്ന് പറയുന്ന ഒരു വേവ്, അതായത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഇങ്ങോട്ട് പോകുന്ന ഒരു വേവ്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? y1 ഓഫ് എക്സ് കോമ ടി. എന്താണ് നമ്മുടെ kx a sin kx മൈനസ് ഒമേഗ ടി. ഇതാണ് നമ്മുടെ y1. y2 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്ന വേവ് അല്ലേ? ഇങ്ങോട്ടേക്ക് വരുന്നതാണ് y2. സോ y2 ഓഫ് എക്സ് കോമ ടി എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. സോ a sin kx പ്ലസ് ഒമേഗ ടി. സോ ടോട്ടൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ എത്രയാണ്? ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ y1 പ്ലസ് y2. അതെത്രയാണ്? y1 പ്ലസ് y2 എന്ന് പറഞ്ഞാൽ a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് a sin kx പ്ലസ് ഒമേഗ ടി.
ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം കിട്ടും. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം കിട്ടും. ആ ഡെറിവേഷൻ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ പഠിക്കണം. y of x, t is equal to 2a sin kx cos omega t. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിൽ 2a sin kx എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ 2a sin kx ആണ് ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്. സോ ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഇവിടെ സ്റ്റാൻഡിങ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2a sin kx ആണ്. ഇതൊന്ന് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി മക്കൾ നോക്ക്, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഈ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ പൊസിഷൻ ഓഫ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഈസ് കോൾഡ് ആന്റിനോഡ്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കാം? ആന്റിനോഡ്. സോ ഇതെന്താണ്? ആന്റിനോഡ് ആണ്. ഇതെന്താണ്? ആന്റിനോഡ് ആണ്. ഇനി ദ പൊസിഷൻ ഓഫ് മിനിമം ആംപ്ലിറ്റ്യൂഡ് ഇവിടെ 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 ഇതൊക്കെ എന്താണ്? നോഡാണ്. എന്താണ് പറയാ? നോഡ് എന്നാണ് നമ്മൾ വിളിക്കുക. നോഡ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ദ പൊസിഷൻ ഓഫ് സീറോ ആംപ്ലിറ്റ്യൂഡ് എന്ത് വിളിക്കും? നോഡ് എന്ന് പറയും. സോ നോഡ് ഉണ്ട്, ആന്റി നോഡ് ഉണ്ട്. ഇത് മനസ്സിലായല്ലോ. ഇനി ഈ നോഡും ആന്റിനോഡും അറിയെങ്കിൽ മാത്രമേ നമുക്ക് ഇനി മുമ്പോട്ടുള്ള 3 ഡെറിവേഷൻസ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ 3 ഡെറിവേഷൻ ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. സോ മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ ദ പൊസിഷൻ ഓഫ് സീറോ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എന്താ വിളിച്ചത്? നോഡ്. ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്കുള്ള ദൂരത്തിനെ നമുക്ക് എന്ത് പറയാം? ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്കുള്ള ദൂരത്തിനെ, നോഡ് മുതൽ തൊട്ടടുത്ത കൺസിക്യൂട്ടീവ് നോഡ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ λ/2 എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നോഡിൽ നിന്ന് തൊട്ടടുത്ത നോഡിലേക്ക്, ഇത് ടോട്ടൽ ലാംഡ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു നോഡിൽ നിന്ന് തൊട്ടടുത്ത നോഡിലേക്കുള്ള ദൂരത്തിനെ നമുക്ക് എന്ത് പറയാം? λ/2. അങ്ങനെയാണെങ്കിൽ രണ്ടാമതായിട്ട് ആന്റി നോഡിൽ നിന്ന് തൊട്ടടുത്ത ആന്റി നോഡിലേക്കുള്ള ദൂരം എത്രയാ? അതും λ/2. സോ മക്കൾ നോക്കിക്കേ, ഈ ആന്റി നോഡിൽ നിന്ന് ഈ ആന്റി നോഡിലേക്കുള്ള ഈ ദൂരത്തിനെ നമുക്ക് എന്ത് പറയാം? λ/2 എന്ന് പറയാം. മൂന്നാമതായിട്ട് ഒരു ആന്റി നോഡിൽ നിന്ന് തൊട്ടടുത്ത നോഡിലേക്കുള്ള ദൂരത്തിന് നമുക്ക് λ/4 എന്ന് പറയാം. ഈ 3 റിലേഷൻസ് മക്കൾ മനസ്സിലാക്കി വെക്കണം. നോഡിന്ന് നോഡിലേക്കുള്ള ദൂരമാണെങ്കിൽ λ/2, ആന്റി നോഡിലേക്കുള്ളതാണെങ്കിൽ λ/2, ആന്റി നോഡിന്ന് നോഡിലേക്കുള്ളതാണെങ്കിൽ λ/4. അങ്ങനെയാണെങ്കിൽ നേരെ നമ്മൾ നമ്മുടെ ഡെറിവേഷൻസിലേക്ക് വരികയാണ്. സോ നമ്മുടെ ഫസ്റ്റ് ഡെറിവേഷൻ എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഡെറിവേഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻഡിംഗ് വേവ് ഓൺ എ സ്ട്രിങ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ 2 റിജിഡ് ആയിട്ടുള്ള സപ്പോർട്ടിന്റെ ഇടയിൽ ഒരു സ്ട്രിങ് കെട്ടിവെച്ച് അതിന്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ എന്ത് സംഭവിക്കും? ഒരു വേവ് പാറ്റേൺസ് ഫോം ചെയ്യും. സോ ഈ വേവ് പാറ്റേൺസ് ആണ് ഞാൻ എന്താക്കിയത്? ഇങ്ങനെ വരച്ചു വെച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ഉണ്ടാവുന്ന ആ ഒരു വേവ് പാറ്റേണിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ. ആ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷന് നമുക്ക് ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ, ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്താണ്? L ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? L is equal to എന്താ? λ/2. L എന്ന് പറഞ്ഞാൽ എന്താണ്? λ/2. ടോട്ടൽ എത്രയാണ്? നോഡിൽ നിന്ന് തൊട്ടടുത്ത നോഡിലേക്കുള്ള ദൂരം, ഇത് നോഡാണെങ്കിൽ ഇത് നോഡാണ്. സോ ടോട്ടൽ നോഡിൽ നിന്ന് നോഡിലേക്കുള്ള ദൂരം എത്രയാ? λ/2. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം λ is equal to 2L. λ is equal to എന്താണ്? 2L എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെ നിങ്ങളൊന്ന് നോക്കിക്കേ, നമ്മൾ പഠിക്കുന്ന ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ എന്താ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ലാംഡ. വെലോസിറ്റി ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് ആണ്. നമ്മൾ നേരത്തെ v is equal to ന്യൂ ലാംഡ പഠിച്ചതല്ലേ? അങ്ങനെയാണെങ്കിൽ ന്യൂ1 ഇവിടെ ഉണ്ടാവുന്ന ഫ്രീക്വൻസി എന്താ? v1. ന്യൂ1 is equal to v by ലാംഡ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ന്യൂ1 is equal to v by what is ലാംഡ? 2L. സോ നമ്മൾ 2L എന്ന് കൊടുത്തു. സോ ന്യൂ1 എന്ന് പറഞ്ഞാൽ v/2L ആണ്. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ വേവ് പാറ്റേൺ ഉണ്ടാവുന്ന സമയത്ത് ഇത് നോഡാണ്, ഇത് നോഡാണ്. സോ നോഡ് ടു നോഡ് λ/2, പിന്നെയും നോഡ് ടു നോഡ്. ടോട്ടൽ ലെങ്ത് പറയുമ്പോൾ നോഡ് ടു നോഡ്. സോ ടോട്ടൽ ഇത് λ/2, ഇത് λ/2. സോ നമുക്ക് ടോട്ടൽ ആയിട്ട് ലാംഡ എന്ന് പറയാം. സോ L is equal to എന്താണ്? ലാംഡയാണ്. സോ L is equal to ലാംഡയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഫ്രീക്വൻസി നമുക്ക് പറയാം ന്യൂ2 ആണ്. രണ്ടാമതായിട്ട് ഉണ്ടാവുന്ന ഫ്രീക്വൻസി സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ന്യൂ2 ആണ് അവിടുത്തെ ഫ്രീക്വൻസി. ന്യൂ2 കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ എന്താ? v divided by lambda. So v divided by നമുക്ക് എന്ത് കൊടുക്കാം? ലാംഡ. ഞാൻ മുകളിലും താഴെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്? നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ 2v/2 ലാംഡ. മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്? ഇവിടെ നമുക്കറിയാം v/2L എന്ന് പറഞ്ഞാൽ എന്താ? അത് ന്യൂ1 ആണ്. v/2L എന്ന് പറഞ്ഞാൽ ന്യൂ1 ആണ്. സോ ഞാൻ ഇതിനെ മാറ്റി എഴുതാണ് 2 × v/2
12. എന്താണ് v/12 എന്ന് പറയുന്നത്? നമുക്കിത് ഇങ്ങനെ എഴുതാം, സിമ്പിൾ ആയിട്ട് എഴുതാം. 2 into nu1 എന്ന് എഴുതാം. സോ nu2 എന്ന് പറഞ്ഞാൽ 2 into nu1 എന്ന് കിട്ടും. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യമാണ് മൂന്നാമത്തെ മോഡ്സ് ഓഫ് വൈബ്രേഷൻ. സോ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത് λ/2, ഇത് λ/2, ഇത് λ/2. സോ എത്ര λ/2 വന്ന്? 3 λ/2 വന്ന്. സോ L is equal to 3/2 λ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് nu3 എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? nu3 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം 3v/2l. വാട്ട് ഈസ് v/2l? അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? nu1 എന്ന് വിളിച്ചത്. സോ 3 into nu1 എന്ന് പറയും. സോ നമുക്കിവിടെ 3 ഫ്രീക്വൻസീസ് കിട്ടിയിട്ടുണ്ട്. nu1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? nu1 എന്ന് പറഞ്ഞാൽ v/2l. സോ nu2 എന്ന് പറഞ്ഞാൽ 2 times nu1, nu3 എന്ന് പറഞ്ഞാൽ 3 times nu1. സോ നമ്മുടെ ഇവരുടെ റേഷ്യോ എഴുതുകയാണെങ്കിൽ nu1 is to nu2 is to nu3 എന്ന് പറയുന്നത് 1:2:3 ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ ഇത് എക്സാമിന് ചോദിക്കാറുള്ള ഭാഗമാണ്. nu1 is to nu2 is to nu3 എന്ന് പറഞ്ഞാൽ 1:2:3 ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. സോ നമ്മൾ നേരെ അടുത്തതിലേക്ക് പോവാണ്. ഒരു ഓപ്പൺ പൈപ്പ്. ഇവിടെ നമ്മളൊരു ഓപ്പൺ പൈപ്പാണ് എടുത്തത്. ഓപ്പൺ പൈപ്പിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഹാർമോണിക് വേവുകൾ എങ്ങനെയാണ്? സോ രണ്ടറ്റവും ഓപ്പൺ ആയിട്ടുള്ള ഒരു പൈപ്പിന്റെ അകത്ത് ഉണ്ടാവുന്ന വേവ് ആണ് നമ്മൾ ഫസ്റ്റ് എടുത്തത്. സോ ഈ ഒരു വേവിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇതൊരു ആന്റിനോഡാണ്, ഇതൊരു ആന്റിനോഡാണ്. രണ്ട് ആന്റിനോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? അത് λ/2 ആണ്. സോ L is equal to നമുക്ക് എന്ത് പറയാം? λ/2. λ/2 ആണെങ്കിൽ നമ്മൾ λ is equal to എന്ത് പറയുന്നു? λ is equal to 12. നേരത്തെ സെയിം ഡെറിവേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓപ്പൺ പൈപ്പിന് സെയിം ഡെറിവേഷൻ ആണ്. λ is equal to 12 ആണ്. അങ്ങനെയാണെങ്കിൽ nu1 is equal to നമുക്ക് എന്ത് പറയാം? v/12 എന്ന് പറയാം. നേരെ നമ്മൾ രണ്ടാമത്തേലേക്ക് പോവാണ്. ആന്റിനോഡിന് ആന്റിനോഡിലേക്കുള്ള ദൂരം λ/2, ആന്റിനോഡിന് അടുത്ത ആന്റിനോഡിലേക്കുള്ള ദൂരം λ/2. സോ λ/2 പ്ലസ് λ/2 λ എന്ന് പറയാം. സോ L is equal to λ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ nu2 is equal to എന്ത് പറയാം? v/λ. മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? v/2l എന്ന് പറയാം. ഓക്കെ, v/2l എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ v/2l എന്ന് പറഞ്ഞാൽ എന്താ? v/2l എന്ന് പറഞ്ഞാൽ nu1 ആണ്. സോ nu2 is equal to 2 times nu1. nu2 is equal to 2 times nu1 എന്ന് നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വേവ് പാറ്റേണിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഉണ്ടാവുന്നത് ആന്റിനോഡിൽ നിന്ന് ആന്റിനോഡിലേക്ക് λ/2, then λ/2, then λ/2. അപ്പൊ എത്ര λ/2 വന്നു? λ/2, λ/2, λ/2. 3/2 λ എന്ന് കിട്ടിയിട്ടുണ്ട്. മക്കൾ നോക്കിക്കോ, L is equal to 3/2 λ. അതായത് ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ലാംഡ ഇസ് ഈക്വൽ ടു 2/3 L എന്ന് പറയാം. നേരെ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? nu3 ആണ് കണ്ടുപിടിക്കേണ്ടത്. nu3 ഇസ് ഈക്വൽ ടു എന്ത് പറയാം? 3v/2l. മക്കളെ v/2l എന്ന് പറഞ്ഞാൽ എന്താണ്? v/2l എന്ന് പറഞ്ഞാൽ nu1 ആണ്. സോ 3nu1 എന്ന് പറയും. നേരത്തെ സെയിം. ദാ നോക്ക്, ഈ ഡെറിവേഷനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. സോ നമ്മൾ പറയാണ് ഇവരുടെ ഫ്രീക്വൻസി nu1 is to nu2 is to nu3 എന്ന് പറയുന്നത് 1:2:3 ആണ്. സോ ഇവരുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1:2:3 ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ ഓപ്പൺ പൈപ്പ് ആവുന്ന സമയത്ത് എല്ലാ ടൈപ്പ് ഫ്രീക്വൻസീസും നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്പൺ പൈപ്പ് ആയിരിക്കും. മെജോറിറ്റി എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? ഓപ്പൺ പൈപ്പ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ടൈപ്പ് ഫ്രീക്വൻസീസും കിട്ടൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറില്ല? ക്ലോസ്ഡ് പൈപ്പ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാറില്ല. നമുക്ക് എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത് ക്ലോസ്ഡ് പൈപ്പിന്റെ ഡെറിവേഷൻ കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് മാർച്ച് 2018 ക്വസ്റ്റ്യൻ ആണ്. ദ ഫണ്ടമെന്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ചഡ് സ്ട്രിംഗ് ഈസ് ഷോൺ ബിലോ. ഡ്രോ ദി സെക്കൻഡ് ആൻഡ് തേർഡ് ഹാർമോണിക്. തേർഡ് ഹാർമോണിക്കും സെക്കൻഡ് ഹാർമോണിക്കും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞത്? വരച്ച് കാണിക്കാൻ. സോ നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡും തേർഡും നമ്മൾ നേരത്തെ വരച്ചിട്ടില്ല. ഏതാ? സെക്കൻഡും അതുപോലെ തന്നെ തേർഡും വരയ്ക്കാനാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് വരച്ച് കാണിച്ചു കൊടുക്കാം. അടുത്തത് എന്താ നമ്മളോട് പറഞ്ഞത്? പ്രൂവ് ദാറ്റ് ദ ഫ്രീക്വൻസി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്ട്രിംഗ്
are in the ratio 1:2:3. ഇവരുടെ റേഷ്യോ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? 1:2:3 ആണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഇത്രയാണ് നമ്മളോട് എന്താക്കിയിട്ടുള്ളത്, നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ എന്തിലേക്ക് വരികയാണ്? നമ്മുടെ സ്റ്റാൻഡിംഗ് വേവിനെ ക്ലോസ്ഡ് പൈപ്പിലെ സ്റ്റാൻഡിംഗ് വേവ് നമ്മൾ പഠിക്കുകയാണ്. സോ ക്ലോസ്ഡ് പൈപ്പിന്റെ സ്റ്റാൻഡിംഗ് വേവിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതൊരു ആന്റി നോഡ് അല്ലേ, ഇതൊരു നോഡാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാ? L is equal to ആന്റി നോഡ് നോഡിലേക്കുള്ള ദൂരം λ/4. അങ്ങനെയാണെങ്കിൽ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? ലാംഡ is equal to 4L. നമ്മുടെ ഇക്വേഷൻ എന്താ? ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ nu1 is equal to v/λ. ലാംഡന്റെ കേസിൽ നമുക്ക് എന്ത് എഴുതാം? 4L എന്ന് എഴുതാം. സോ nu1 is equal to v/4L എന്ന് പറയും. അടുത്ത വേവ് പാറ്റേൺ എന്ന് പറയുന്നത്, സെക്കൻഡ് വേവ് പാറ്റേൺ എന്ന് പറയുന്നത്, ഇത് ആന്റി നോഡാണല്ലോ, ഇത് നോഡാണല്ലോ, ഇത് ആന്റി നോഡാണല്ലോ, ഇത് നോഡാണല്ലോ. അങ്ങനെയാണെങ്കിൽ λ/4 λ/4. അപ്പൊ നമുക്ക് എന്ത് പറയാം? 3/4 ലാംഡ. L എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 ലാംഡ. അങ്ങനെയാണെങ്കിൽ ലാംഡ is equal to എന്ത് പറയാം? ലാംഡ is equal to 4L/3 എന്ന് നമുക്ക് പറയാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? nu2 ആണ് കണ്ടുപിടിക്കേണ്ടത്. nu2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ നമ്മൾ കൊടുക്കുന്നത്? 3/4 nu2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nu2 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാണ് v/λ. v/ എന്ത് കൊടുക്കാം? L എന്ന് നമുക്ക് കൊടുക്കാം. v/λ. ലാംഡന്റെ സ്ഥാനത്ത് എന്താണ്? 4L/3 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? 3v/4L എന്ന് നമുക്ക് കൊടുക്കാം. സോ വാട്ട് ഈസ് v/4L? v/4L എന്ന് പറഞ്ഞാൽ എന്താ? v/4L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nu1 അല്ലേ. സോ നമ്മൾ കൊടുക്കുകയാണ് nu2 is equal to 3 times nu1. nu2 is equal to 3 times nu. അപ്പോൾ 2 എന്ന് പറയുന്ന ആ ഒരു നമ്പർ, ആ ഒരു ഫ്രീക്വൻസി നമുക്ക് മിസ് ആയിട്ടുണ്ട്. ആൻഡ് അടുത്തത് തേർഡ് ഹാർമോണിക് ആണ്. ഇത് ആന്റി നോഡ്, ഇത് നോഡ്, അതേപോലെ ഇത് ആന്റി നോഡ്, ഇത് നോഡ്, ദെൻ അടുത്തത് ആന്റി നോഡ്, ഇത് നോഡ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1 2 3 4 5. അപ്പൊ നമുക്ക് എഴുതാം L is equal to 5/4 ലാംഡ എന്ന് പറയാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ nu3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 5v/4L എന്ന് പറയുന്നതായിരിക്കും. സോ നമുക്ക് ഇവിടെ എഴുതാം വാട്ട് ഈസ് v/4L? nu1. സോ 5 into nu1 എന്ന് പറയാം. സോ nu1 ഉം nu2 ഉം nu3 ഉം തമ്മിലുള്ള റേഷ്യോ എന്താണ്? നമ്മൾ പഠിക്കുകയാണ് nu1 is to nu2 is to nu3 എന്ന് പറയുന്നത് 1:3:5 ആണ്. ഇതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ്, ഈ ഒരു ഡെറിവേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നില്ല. കാരണം ഫസ്റ്റത്തെ ആ 2 ഡെറിവേഷൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത്. സോ ഈ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:3:5 ആണ്. സോ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ഈ 3 ആളുകളുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഓഡ് ഫ്രീക്വൻസീസ് ആണ്. നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നത് 1 2 3 എന്ന് പറഞ്ഞിട്ടാണ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ ഫ്രീക്വൻസി നമുക്ക് എന്ത് പറയാം? എല്ലാ ടൈപ്പ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ട് ഓപ്പൺ പൈപ്പാണ് ക്ലോസ്ഡ് പൈപ്പിനെക്കാളും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സാമിന് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഓപ്പൺ പൈപ്പ് ഉപയോഗിക്കുന്നത്, എന്താണ് ക്ലോസ്ഡ് പൈപ്പ് ഉപയോഗിക്കാത്തത്? അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലാത്ത ഫ്രീക്വൻസീസ് ഒന്നും എന്താക്കാൻ പറ്റില്ല, ഈ പൈപ്പിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നേരെ നമ്മുടെ ഷിബിൽ സാറ് നമ്മുടെ ചാപ്റ്റർ ആയിട്ട്, അടുത്ത ചാപ്റ്റർ ആയിട്ട് അല്ലെ പക്ഷേ സാറ് റെഡിയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ സാറിനെ ഇങ്ങോട്ടേക്ക് വെൽക്കം ചെയ്തിട്ട് ഞാൻ തൽക്കാലത്തേക്ക് നമ്മൾ കറക്റ്റ് ഒരു മണിക്കൂറിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ എക്സാമിന് എന്താണോ നമുക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് ഇന്നത്തെ ലൈവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ സാറിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു വേദി ഞാൻ മാറിക്കൊടുക്കുകയാണ്. സോ പെട്ടെന്ന് തന്നെ സാറ് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു പക്ഷേ ചാപ്റ്റർ? കോംപ്ലക്സും ലീനിയറും സെറ്റ് ചാപ്റ്റേഴ്സ് ആണ്. സോ വേഗം തന്നെ നമുക്ക് ആ ഒരു ലൈവിലേക്ക് വരാം. ഓക്കെ, ബൈ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇനി അടുത്ത ലൈവായിട്ട് കാണാം. സോ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സാറിന്റെ കൂടെ കൂടിക്കോ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ,
മക്കളെ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പിന്നെ ലീനിയർ ഇനീക്വാലിറ്റീസ് 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ഓക്കെ, എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതും വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായ ചാപ്റ്റേഴ്സാണ്. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ലൈവിലേക്ക് എത്താൻ വേണ്ടി എത്രയും പെട്ടെന്ന് പരിശ്രമിക്കുക. ഓക്കെ, സാധാരണ നമ്മളെ ബോർഡ് എക്സാമിന് നമുക്കൊരു 4-5 മാർക്കിന് കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നും പിന്നെ ലീനിയർ നമുക്കൊരു 3-4 മാർക്കിന് ലീനിയറിനും സാധാരണ ചോദ്യം വരുന്നതാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും സ്കോർ ചെയ്യാം. ഇത് കണക്ട് ചെയ്യല്ലേ? ഓക്കെ ആണോ സാറേ? സാർ നമ്മുടെ വൈറ്റ് എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ് 2 ചാപ്റ്റേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സ് പിന്നെ വൈകി വന്ന് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് 2 ചാപ്റ്റേഴ്സ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സ് പിന്നെ അതുപോലെ ലീനിയർ ഇനീക്വാലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ പിന്നെ നമുക്ക് ബോർഡ് എക്സാമിന് പിന്നെ +1 ബോർഡ് എക്സാമിന് എപ്പോഴും ഒരു 3-4 മാർക്കിന് കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നും അതുപോലെ 4 മാർക്കിന് ലീനിയർ ഇനീക്വാലിറ്റീസിൽ നിന്നും സാധാരണ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ ചാപ്റ്റേഴ്സിലേക്ക് പോവുകയാണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ ഞാൻ ഒരുപാട് ഡെപ്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല, നമ്മൾ ഒരു പെരിഫറൽ ലൈനിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പേഴ്സ് ഓഫ് ദ ഫോം. ഏത് ഫോമാ? A+IB ഫോർമാറ്റിൽ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുക? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയാം. A+IB എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡെപ്തിലേക്ക് പോകുന്നില്ല, പിന്നെ ജസ്റ്റ് പറയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ A+IB എന്ന് പറയുന്ന ഫോർമാറ്റിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ എന്താ A+IB? ഏത് നമ്പറിനെയും സാധാരണ ഇപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അതായത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ സാധാരണ റിയൽ നമ്പേഴ്സ്, യഥാർത്ഥത്തിലുള്ള നമ്പേഴ്സ്, റിയാലിറ്റിയിലുള്ള നമ്പേഴ്സ്, അവരെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. നമ്മൾ സാധാരണ ക്യാപിറ്റൽ R ഉപയോഗിച്ചിട്ട് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, അല്ലേ? ഇപ്പൊ റിയൽ അല്ലാത്ത നമ്പേഴ്സ് ഉണ്ടോ? ഉണ്ട്. റിയൽ അല്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയാം. ദേ ആർ നോട്ട് റിയൽ. അപ്പോൾ റിയൽ നമ്പേഴ്സും ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഇമാജിനറി നമ്പേഴ്സും ഉണ്ട്. അപ്പൊ റിയൽ നമ്പേഴ്സും ഇമാജിനറി നമ്പേഴ്സും എല്ലാം കൂടെ അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ ദ ഹോൾ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. മനസ്സിലായോ? അപ്പൊ കോംപ്ലക്സ് നമ്പർ പറഞ്ഞാൽ ഇമാജിനറി നമ്പർ മാത്രമല്ല. കുറേ ആളുകളെ ഇപ്പോഴുള്ള തെറ്റിദ്ധാരണ കോംപ്ലക്സ് നമ്പർ പറഞ്ഞാൽ ഇമാജിനറി നമ്പർ മാത്രമല്ല മക്കളെ. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാവരും ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ നമ്പേഴ്സും റിയൽ ആവട്ടെ, സങ്കല്പത്തിലുള്ള ഇമാജിനറി നമ്പേഴ്സ് ആവട്ടെ, എന്തുമായിക്കോട്ടെ, ദ ഹോൾ സെറ്റ് ഈസ് കോൾഡ് സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ. അപ്പൊ ജനറൽ ആയിട്ട് ഒരു കോംപ്ലക്സ് നമ്പറിനെ സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ത്? A+IB. അപ്പൊ ഏത് നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാം? A+IB ഫോർമാറ്റിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്യുവർ റിയൽ നമ്പർ അല്ലേ? പക്ഷെ 1 നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് A+IB ഫോർമാറ്റിൽ 1 + 0i എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? 1 + 0i എന്ന് എഴുതാം. ഇനിയിപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ 2i, ജസ്റ്റ് ഞാൻ 2i എന്ന് എടുത്തു. 2i എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പ്യുവർലി ഇമാജിനറി നമ്പർ. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രം, ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക്. ഇപ്പൊ 2i എന്ന് പറയുന്നത് എന്താ?
ഇറ്റ്സ് എ പ്യുവർലി ഇമാജിനറി നമ്പർ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a പ്ലസ് ഐ ബിയിൽ 0 + 2i എന്ന് എഴുതാലോ. അപ്പൊ ഏത് നമ്പറിനെയും, ഇപ്പൊ റിയൽ നമ്പറിനെയും ഏത് ഇമാജിനറി നമ്പറിനെയും നമുക്ക് a പ്ലസ് ഐ ബി ഫോർമാറ്റിൽ എഴുതാം. അപ്പോൾ കോംപ്ലക്സ് നമ്പറിന് നമ്മൾ കൃത്യമായ ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്താ? a പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും എന്ത് നമ്പേഴ്സ് ആണ്? കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? a പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്? കോംപ്ലക്സ് നമ്പർ ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കോംപ്ലക്സ് നമ്പറിൽ എ എന്ന് പറയുന്നതിനെ നമ്മൾ അതിന്റെ റിയൽ പാർട്ട് എന്നും ബി എന്ന് പറയുന്നതിനെ അതിന്റെ ഇമാജിനറി പാർട്ടും എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ഇനി ഇപ്പൊ ഇതിൽ സാധാരണ ഇപ്പൊ നമ്മൾ ഒരു 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 പ്യുവർ റിയൽ നമ്പർ ഇപ്പൊ നോക്കുക, ഞാനൊരു പ്യുവർ റിയൽ നമ്പർ എഴുതാം. ഓക്കെ, ഒരു പ്യുവർ റിയൽ നമ്പർ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 1 ഒരു പ്യുവർ റിയൽ നമ്പറാണ്. ഒന്നിനെ നമ്മൾ എങ്ങനെ എഴുതും? 1 + 0i എന്ന് എഴുതും കോംപ്ലക്സ് ഫോർമാറ്റിൽ. അപ്പൊ ഇവിടെ ഇതിന്റെ റിയൽ പാർട്ട് എത്രയാ? 1. ഇമാജിനറി പാർട്ട് എത്രയാ? 0. കാരണം അതെന്താ? പ്യുവർ റിയൽ നമ്പറാ. അപ്പൊ പ്യുവർ റിയൽ നമ്പർ ആണെങ്കിൽ അതിന്റെ റിയൽ പാർട്ട് ഉണ്ടാകും, പക്ഷെ ഇമാജിനറി പാർട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. പറഞ്ഞ മനസ്സിലായ? ഇനിയിപ്പോ ഞാൻ മറ്റൊരു നമ്പർ എഴുതാം. ഇപ്പൊ ഞാൻ ഒരു നമ്പർ പ്യുവർ ഇമാജിനറി ആയിട്ടുള്ള നമ്പർ എഴുതി 2i. കണ്ടാ? 2i. സത്യത്തിൽ ഇത് a പ്ലസ് ഐ ബി ഫോർമാറ്റിൽ എഴുതി എങ്ങനെയാ? 0 + 2i. അതായത് അതിന്റെ റിയൽ പാർട്ട് 0 ആണ്, ഇമാജിനറി പാർട്ട് 2. അതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ റിയൽ പാർട്ട് 0 ആയതുകൊണ്ട് ഇറ്റ്സ് എ പ്യുവർലി ഇമാജിനറി നമ്പർ. സോ ദാറ്റ് ഇസ് ഇൻട്രൊഡക്ഷൻ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ലൈവിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ കോംപ്ലക്സ് നമ്പറിൽ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് a പ്ലസ് ഐ ബിയിൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം ഐ. വാട്ട് ഈസ് ഐ? ഐ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് √-1. ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ 2 മനുഷ്യന്മാരെ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളിത് എന്താ പറയുക, ഇതിപ്പോ ലാസ്റ്റ് ഇപ്പൊ ഞാനിപ്പോ സാധാരണ ഇപ്പൊ ലാസ്റ്റ് ഇപ്പം ജനുവരി മാസം ആയതുകൊണ്ട് ഇപ്പൊ അവസാനത്തെ കപ്പലാണ്, മനസ്സിലായില്ലേ? അപ്പോ ഇനിയിപ്പോ വെള്ളപ്പൊക്കത്തു നിന്ന് രക്ഷപ്പെടാൻ അവസാനത്തെ കപ്പലിൽ കയറി കഴിഞ്ഞാൽ രക്ഷപ്പെടാം. അപ്പൊ ഇതുവരെ കാര്യങ്ങളൊന്നും നോക്കാത്തവർക്കും ഇനിയും സമയമുണ്ട്, അവസരമുണ്ട്. ഓക്കെ, കപ്പലിൽ കയറിയാലുള്ള മെച്ചം എന്താ? വെള്ളത്തിൽ മുങ്ങൂല, കടലിൽ നിന്ന് മീനൊക്കെ പിടിച്ച് തിന്നാം, ഒരു കുഴപ്പമില്ല. അപ്പൊ അവസാനത്തെ കപ്പലാണ്, ഇനി സമയമില്ല, ഇനിയും നാളെ എന്ന് പറഞ്ഞു നിൽക്കുന്നത് മണ്ടത്തരമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഇനി നാളെ ഇല്ല, ഇനി ഇപ്പോഴാ തുടങ്ങണ്ട. ഇപ്പൊ നിങ്ങൾ പണി തുടങ്ങിക്കോ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഐ. വാട്ട് ഈസ് ഐ? ഐ ഈസ് ഡിഫൈൻഡ് ആസ് √-1. എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഐയുടെ വാല്യൂ ഈസ് ഡിഫൈൻഡ് ആസ് √-1. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഐ ഇസ് ഈക്വൽ ടു √-1. അപ്പൊ i² എന്താ? ഞാൻ പറഞ്ഞു, ഒരുപാട് ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ. സോ ഐ ഇസ് ഈക്വൽ ടു √-1. സോ വാട്ട് ഈസ് i²? i² ഈസ് √-1ന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് -1. സോ i √-1 ആണ്, i² -1 ആണ്. ഓക്കെ, ഇനി സോ അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് i³ എന്താ? i³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i² ഇൻറ്റു i ആണല്ലോ. x raised to m plus n. x raised to m plus n is x raised to m into x raised to n എന്നാ. അപ്പൊ i³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? i² into i raised to 1, that is i² into i. i² is -1, so -1 into i, that is -i. കണ്ടാ? i³ വാല്യൂ എത്രയാ? -i. മറക്കണ്ട. അപ്പൊ എന്താ i raised to 4? അടുത്ത i raised to 4 ആ പറയുന്നത്, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? i raised to 4. So what is i raised to 4? i raised to 4 is i² into i². So that is -1 into -1, which is equal to 1. കണ്ടാ? So i raised to 4 is 1. അപ്പൊ സാധാരണ ബോർഡ് എക്സാമിനായാലും ഇനിയിപ്പോൾ ചില കീ മോഡൽ എക്സാമുകൾക്കൊക്കെ ഐൻ്റെ പവർ വെച്ചിട്ട് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങുന്നത് അത് വെച്ചിട്ടാ. ഐൻ്റെ പവർ വെച്ച് ജസ്റ്റ് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ അതിനാദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ആദ്യം ഒന്ന് ഞാൻ പറയാം. ഐൻ്റെ പവറിന്റെ വാല്യൂ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം i raised to ഇപ്പൊ നിങ്ങൾ കണ്ടു, i raised to 4 1 ആണ്. i √-1, i² -1, i³ -i, i raised to 4 1. അതായത് ഐന്റെ ഏത് 4 i raised to 4ന്റെ പവർ വന്നാൽ the value is always 1. അപ്പൊ അങ്ങനെ പഠിച്ചാൽ മതി,
മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഒരു നാലഞ്ച് സെറ്റ് എക്സാമ്പിളുകൾ നമ്മൾ എഴുതി ഇങ്ങനെ സോർട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന റിസൾട്ടാണ്. അപ്പൊ ഞാനത് ചുരുക്കത്തിൽ പറയുകയാണ്. അപ്പൊ I raised to ഏത് 4ന്റെ പവർ വന്നാലും ദ വാല്യൂ ബിക്കംസ് 1, ദ സ്റ്റാൻഡേർഡ് റിസൾട്ട്. I raised to any multiple of 4. അതാണ് ഞാൻ 4k എന്ന് എഴുതി. ഇപ്പൊ 4k എന്ന് എഴുതുമ്പോൾ എന്തായി? 4ന്റെ മൾട്ടിപ്പിൾ ആയി 4k. കേക്ക് 1 കൊടുത്താൽ 4, കേക്ക് 2 കൊടുത്താൽ 8, കേക്ക് 3 കൊടുത്താൽ 12, കേക്ക് 4 കൊടുത്താൽ 16. കേക്ക് ക്യാൻ ബി എനി ഇൻറ്റിജർ ദാറ്റ് ക്യാൻ ബി നെഗറ്റീവ് ഓൾസോ. അപ്പോൾ കേക്ക് -1 കൊടുത്താൽ I raised to -4 1 ആണ്, I raised to -8 1 ആണ്, I raised to -12 1 ആണ്, I raised to -16 1 ആണ്. അതെല്ലാം 1 ആണ്. I raised to any power multiple of 4 is equal to 1. Where k can be any integer, positive or negative. Any k 0 ആയാലോ I raised to 0. Any number raised to 0 is always 1. അപ്പോൾ അതുമായി ഫുൾ സെറ്റ് ആണല്ലോ. സോ I raised to 4k is equal to 1. So I raised to 4k is equal to 1. I raised to 4k is equal to 1. അടുത്ത നോക്കണേ. I raised to അടുത്ത നിങ്ങൾ പഠിക്കേണ്ട റിസൾട്ട് ആണ് I raised to 4k plus 1. I raised to 4k plus 1 എന്താന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? I raised to 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 ഇങ്ങനെയാണത്. ആ സംഗതി ഇതാണ്. I raised to 4k plus 1 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ട് x raised to m plus n is equal to x raised to m into x raised to n. So this is I raised to 4k into I. I raised to 4k എത്ര നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്? 1 ആണ്. So 1 into I, that is I. അപ്പൊ I raised to 4k plus 1ന്റെ വാല്യൂ എത്രയാ? I ആണ്. എഴുതി വെച്ചോ. I raised to 4k 1 ആണ്. I raised to 4k plus 1 I ആണ്. അടുത്തത് I raised to 4k plus 2. അടുത്തത് 4k plus 2 എന്ന് പറഞ്ഞാൽ എന്താ? 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് ഒരു 2. 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് ഒരു 2. റെഡി ആണല്ലോ? സോ I raised to 4k plus 2, that is I raised to 4k into I square. എത്രയാ? I raised to 4k എത്രയാ? 1 അല്ലേ? I square എത്രയാ? -1 അല്ലേ? So the answer is 1 into -1, that is -1. So I raised to 4k plus 2 is -1. ഇനി I raised to 4k plus 3 ആണ്. ഓക്കെ, I raised to 4k plus 3. അപ്പൊ എന്താ? I raised to 4k plus 2 into I. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഒരു -1 into I ചെയ്താൽ പോലെ എളുപ്പത്തില്. I raised to 4k plus 2 പിന്നെ ഒരു into I കൂടി ചെയ്തതാണ് I raised to 4k plus 3. So that is -1 into I, that is -I. അപ്പം 4 വാല്യൂസ് അപ്പം ഞാൻ പറഞ്ഞു. ഈ 4 വാല്യൂസ് പഠിച്ചാൽ ഐന്റെ ഏത് പവർ വന്നാലും നിങ്ങൾക്ക് എഴുതാം. ഒന്ന് I raised to yes എന്താണ് പറയുന്നത്? Yes, I raised to 4ന്റെ പവർ 4k is equal to 1. I raised to 4k plus 1 I raised to 4k plus 2 -1. I raised to 4k plus 3 -I. ഇങ്ങനെ പഠിച്ചാൽ മതി. 1i -1 -i 1i -1 -i 1i -1 -i. പഠിച്ചല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 4ന്റെ മൾട്ടിപ്പിൾ ആയാൽ 1, 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 I, 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 2 -1, 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 3 -I. So moving to the problems. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ദ ഫോളോയിങ്ങിൽ ഒന്നാമത്തെ ചോദ്യം I raised to 9. I raised to 9. Yes, I raised to 9. That is the problem. I raised to 9. I raised to 9. I raised to 9 എന്ന് പറഞ്ഞാൽ എന്താ? ആലോചിച്ച് നോക്ക്. I raised to 9. I raised to 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് I raised to 4ന്റെ മൾട്ടിപ്പിൾ 8 അല്ലേ? 8 പ്ലസ് 1 കണ്ടാ? 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1. സോ ഈസ് ഓഫ് ദ ഫോം I raised to 4k plus 1. നമ്മുടെ ഞാൻ സൈഡിൽ റിസൾട്ട് എഴുതി വെക്കാം. I raised to 4k is equal to 1. I raised to 4k plus 1, that is I. I raised to 4k plus 2, that is -1. I raised to 4k plus 3, that is -I. 1i -1 -i. ഇനി നോക്ക്, I raised to 9, that is I raised to 8 plus 1. 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1. So that is I. This form I raised to 4k plus 1. കണ്ടോ? എത്ര എളുപ്പത്തിൽ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് മനസ്സിലായല്ലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ I raised to 18. I raised to 18 is 4ന്റെ മൾട്ടിപ്പിൾ എത്രയാ? 4, 8, 12, 16. So I raised to 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 2 കണ്ടാ? So I raised to 18. 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 2 എത്രയാ? -1. So the answer is -1. എത്ര എളുപ്പമുണ്ട് കണ്ടുപിടിക്കാൻ. ഇനി I raised to നെഗറ്റീവ് വരുമ്പോഴാണ് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്. I raised to -35. Yes,
ഇനി വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇതിലില്ല. ഇത് 1/, എന്ന് പറഞ്ഞ് എഴുതാം. അങ്ങനെയൊക്കെ പലതരത്തിൽ ചെയ്യാം. അത് നിങ്ങൾക്ക് സാധനം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പല രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഐഡിയാസ് കിട്ടും. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന സാർ ഇത് ഇങ്ങനെ ചെയ്തോളൂ. ഓ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒരു മെത്തേഡ് അങ്ങ് പഠിപ്പിച്ചു തരാം. അതങ്ങ് കത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രൂപത്തിൽ ചെയ്യാം. ഇപ്പൊ ഞാൻ I-35 പല രൂപത്തിൽ ചെയ്യാം. അപ്പൊ ഞാനൊരു മെത്തേഡ് അഡാപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിച്ച തിയറി വെച്ചിട്ട് ഒരു മെത്തേഡ് പറയാം. I-35 ഞാൻ പറഞ്ഞിട്ടുണ്ട് 4ന്റെ ഏത് മൾട്ടിപ്പിളും, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഏത് മൾട്ടിപ്പിൾ വന്നാലും I-4ന്റെ ഏത് മൾട്ടിപ്പിൾ വന്നാലും 1 ആണ്. അപ്പൊ I-4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് പറ്റുമോ നോക്കാം. അപ്പൊ -35 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാലോ? ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ -36. -36 + 1 ആണല്ലോ -35. സോ വളരെ സിമ്പിൾ. I⁴k + 1 എന്ന് പറയുന്ന ഫോർമാറ്റ് ആണ്. സോ ദാറ്റ് ഈസ് I. എത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാം, ഒരു പണിയില്ല, ഡയറക്റ്റ് ചെയ്യാം. ഇനി I⁻99 ആർക്കെങ്കിലും മനസ്സിലാവാത്തണ്ടാ? I⁻99 യെസ്. സോ I⁻99 എങ്ങനെ ചെയ്യും? I⁻99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 4ന്റെ മൾട്ടിപ്പിള് ആരാ? 96. 96ഉം 100 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പോൾ 4 കുറച്ചാൽ 96. അപ്പോൾ 96 + 3 സാധനം കേട്ടാ. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ +3 I⁴k + 3 വാട്ട് ഈസ് വാല്യൂ? -I. ഇതാണ് സാധനം -I കണ്ടാ. -I എത്ര എളുപ്പമുണ്ട് കണ്ടുപിടിക്കാൻ. ഇനി ഇതാ ലാസ്റ്റ് വൺ I⁻2 കണ്ടാ 501. കണ്ടാൽ പേടിയാവും. I⁻501 എങ്ങനെ ചെയ്യും? ഒന്നുമില്ല, 500 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിളാ. സോ 500 + 1 കണ്ടാ 4ന്റെ മൾട്ടിപ്പിളാ. അതൊക്കെ 500 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? എത്രയാ? 125 × 4 500. അപ്പൊ 500 4ന്റെ മൾട്ടിപ്പിളാ. 4ന്റെ മൾട്ടിപ്പിൾ +1 I⁴k + 1 ദാറ്റ് ഈസ് I. സോ ദാറ്റ് ഈസ് ആൻസർ. അതിന്റെ ഏത് പവർ വന്നാലും നിങ്ങൾക്ക് ചെയ്യടോ, ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ഏത് മൾട്ടിപ്പിൾ വന്നാലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ്. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഓക്കെ. അപ്പൊ I-ന്റെ പവറിൽ ഏത് വന്നാലും ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. യെസ്, മനസ്സിലായില്ലേ? ഓക്കെ. സോ അടുത്ത ചോദ്യം, നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തരും. സാധാരണ ബോർഡ് എക്സാമിന് ചോദിക്കുന്നത് I-ന്റെ പവർ ഒന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കാം. അത് MCQയിൽ വരാം, മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് വരാം, അല്ലെങ്കിൽ പാർട്ടായിട്ട് വരാം. I-ന്റെ പവർ ചോദിക്കാൻ സാധ്യത. പിന്നെ ഒരു അടുത്ത ഫോമാണ്, ഒരു കോംപ്ലക്സ് നമ്പർ തരും, ഒരു വല്ലാത്ത ഫോമിൽ ഒരു കോംപ്ലക്സ് നമ്പർ തരും. അതിനെ നമ്മൾ A+IB ഫോർമാറ്റിലേക്ക് എഴുതുക. അതാണ് അടുത്തത്. അപ്പോൾ A+IB ഫോർമാറ്റിലേക്ക് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നാളും എന്തായാലും എന്താവില്ല, A+IB ഫോർമാറ്റിലാവില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് A+IB എന്ന് പറയുന്ന ഫോർമാറ്റിൽ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണം A, ദാറ്റ് മീൻസ് ഒരു റിയൽ പാർട്ട്, പ്ലസ് I ഇൻറ്റു an ഇമാജിനറി പാർട്ട്. ഇങ്ങനെ എഴുതണം. അതാണ് സംഗതി. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ കിടക്കുന്ന സാധനത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, A+IB ഫോർമാറ്റിലേക്കാണ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പൊ നോക്ക് നമ്മളെ ക്വസ്റ്റ്യൻ നോക്ക്. എളുപ്പത്തിൽ ചെയ്യാം. ചോദിച്ച ചോദ്യമാണ്, ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിപ്പോ ഇങ്ങനെ കിടക്കുക. അപ്പൊ ആദ്യം നമ്മൾ ഇതാ ഫസ്റ്റ് ടേം ഇങ്ങനെ എടുക്കുക, ഇതിന്റെ ബ്രാക്കറ്റ് പൊട്ടിക്കുക ആദ്യം. അപ്പൊ നേരെ നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കാനുള്ള ഒരു നമ്പർ അല്ല അത്. സാധാരണ നമ്പേഴ്സിൽ ചെയ്യുന്ന എല്ലാ പരിപാടികളും അതിലും ചെയ്യാം. മനസ്സിലായില്ലേ? പക്ഷെ ശ്രദ്ധിക്കണം എന്നുള്ള I വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ഡയറക്റ്റ് അങ്ങ് ചെയ്യാം കേട്ടാ. സോ ഈ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 3 × 7 21 കേട്ടാ. പിന്നെ ആരാ? 3 × I7. 3 × I7. അപ്പോൾ 3 × 7 21, ദാറ്റ് ഈസ് 21I കണ്ടോ. 1 I മാറരുത്, 21I കണ്ടല്ലോ, 21I. ഇനി നോക്കടാ, അത് കഴിഞ്ഞല്ലോ, അതിന്റെ പരിപാടി കഴിഞ്ഞല്ലോ. പിന്നെ ഒരു പ്ലസ് കണ്ടോ. ഇനി ഈ ടേം ആണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. I × 7 ദാറ്റ് ഈസ് 7I. ഇനി എന്താ? I × I7. സോ I × I² സോ ദാറ്റ് ഈസ് 7I². എത്ര ഉണ്ട്? ഒരു പ്രശ്നമില്ല. കണ്ടോ, വളരെ എളുപ്പത്തിൽ ആദ്യം ചെയ്യാൻ പറ്റുന്ന ബ്രാക്കറ്റ് ഓപ്പണിംഗ് ആണ്. അതങ്ങ് ചെയ്തു. അതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി? 21 നിരത്തി എഴുതിക്കോ. 21 7 21 7 21 7 28I. 21 + 7 28I. പിന്നെ ആരടാ? 7I². അതിന് I²ന്റെ വാല്യൂ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. I² എത്രയാ? -1. അപ്പോൾ എന്ത് വരും?
പ്ലസ് 7 ഇൻറ്റു -1. 7 ഇൻറ്റു -1 -7 അല്ലേ? അപ്പോൾ ഇത് -7 ആയി. കണ്ടാ, 7 ഇൻറ്റു I സ്ക്വയർ -1, 7 ഇൻറ്റു -1 -7. കണ്ടാ, 21 നിന്നും ഇനി നോക്ക്, ഇനി എന്താ പരിപാടി? 21 നിന്നും 7 കുറച്ചാൽ എത്രയാ? 14. കണ്ടോ റിയൽ പാർട്ട് കണ്ടാ? ഐ ഇല്ലാത്ത പാർട്ടിന് പറയുന്ന പേരാണ് എന്ത്? റിയൽ പാർട്ട്. ഐ ഉള്ള പാർട്ടിന് പറയുന്ന പേരാണ് ഇമാജിനറി പാർട്ട്. കണ്ടോ 28 ഐ കണ്ടോ, അതാണ് ഇമാജിനറി പാർട്ട് 28. സോ 14 പ്ലസ് 28 ഐ. സോ ദാറ്റ് ഈസ് ആൻസർ A+IB ഫോർമാറ്റ്. ഇത്ര എളുപ്പമുണ്ട്, ഒരു പണിയില്ല. കണ്ടല്ലോ? യെസ്. അപ്പോൾ മക്കളെ, പിന്നെ എന്താണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. 14 പ്ലസ് 28 ഐ. ഐശ്വര്യ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഐശ്വര്യ ഈസ് എ വെരി ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ്. ഐ നോ, എനിക്കറിയാം. ഐശ്വര്യ വളരെ പെട്ടെന്ന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. 14 പ്ലസ് 28 ഐ. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ്, ദാറ്റ് ഈസ് എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ Z is equal to 5 plus I divided by 2 plus 3 in the form of A+IB. അപ്പോൾ ഈ ഫോർമാറ്റിൽ വന്നാൽ ഇങ്ങനെ റാഷണൽ ആയിട്ടുള്ളൊരു ഫോർമാറ്റ് വന്ന് എ കോംപ്ലക്സ് നമ്പർ ഡിവൈഡഡ് ബൈ അനദർ കോംപ്ലക്സ് നമ്പർ എന്ന ഫോർമാറ്റിൽ വന്നാൽ A+IB ഫോർമാറ്റിൽ എഴുതാൻ എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ട ടെക്നിക്ക് അതാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ കോംപ്ലക്സ് നമ്പർ എടുത്തോ, ശ്രദ്ധിച്ചിരുന്നോ? ഏത് കോംപ്ലക്സ് നമ്പർ ഈ ഫോർമാറ്റ് വന്നാൽ ചെയ്യാനുള്ള മെത്തേഡാണ് പറയുന്നത്. ശ്രദ്ധിക്കണേ. സോ Z is equal to 5 plus I divided by 2 plus 3I. യെസ്. കമന്റ് ചെയ്ത് തകർക്കണം മക്കളെ. അപ്പോഴല്ലേ ഇതിപ്പോൾ നമ്മളിങ്ങനെ റേഡിയോയിൽ പറയണ പോലെ പറഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമുക്കിത് ക്ലാസ് എടുക്കാൻ ഒരു ആവേശം കിട്ടുക, അല്ലേ? അതിപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങൾ കമന്റ് പറഞ്ഞ് തകർത്താൽ യെസ്, ആൻസറുകൾ ഇങ്ങനെ വരിക്ക് വരുമ്പോൾ യെസ് നമുക്കും ചെയ്യാൻ ആവേശമാണ്. ഓക്കെ, അപ്പൊ 5 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3I. എങ്ങനെ ചെയ്യും? ഇങ്ങനെ വരുന്ന കോംപ്ലക്സ് നമ്പർ നമ്മൾ എപ്പോഴും നമ്മളെ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, ഇതിന് A+IB ഫോർമാറ്റിലാക്കലാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ നമ്മുടെ ഡിനോമിനേറ്റർ ആരാ? 2 പ്ലസ് 3I. ഈ 2 പ്ലസ് 3Iയുടെ കോൺജുഗേറ്റ്. അപ്പൊ ഞാനിവിടെ ഒരു പുതിയ തിയറി പറയാം. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, A+IBയുടെ കോൺജുഗേറ്റ് ആണ് A-IB. മനസ്സിലായ? A+IBയുടെ കോൺജുഗേറ്റ് ആണ് A-IB. A-IBയുടെ കോൺജുഗേറ്റ് ആണ് A+IB. IBന്റെ സൈൻ മാറ്റിയാൽ കോൺജുഗേറ്റ് കിട്ടി. മനസ്സിലായി? അപ്പൊ എന്തായാലും ആവട്ടെ, 2 പ്ലസ് 3Iയുടെ കോൺജുഗേറ്റ് ആണ് 2 - 3I. ആ കോൺജുഗേറ്റിനെ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു ടേമിനെ ഡിനോമിനേറ്ററിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ മൾട്ടിപ്ലൈ ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ 5 പ്ലസ് ഐനെ ഞാൻ പക്ഷെ താഴത്തേതിൻ്റെ കോൺജുഗേറ്റിനെ കൊണ്ട് വേണം മൾട്ടിപ്പിൾ ചെയ്യാൻ. കണ്ടാ, 5 പ്ലസ് ഐ ഇൻറ്റു 2 - 3I. പിന്നെ താഴെ 2 പ്ലസ് 3I ഇൻറ്റു 2 - 3I. യെസ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ അറിയാത്ത ആളുകൾ ഇങ്ങോട്ട് പോര്. എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക? വളരെ എളുപ്പമാണ് കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ. യെസ്. മൾട്ടിപ്ലിക്കേഷൻ അറിയാത്ത ആളുകൾ ഇങ്ങോട്ട് വാ, തിരിച്ചിങ്ങോട്ട് വാ. യെസ്, മൾട്ടിപ്ലിക്കേഷൻ അറിയാത്ത ആളുകൾ ഇങ്ങോട്ട് വരൂ. യെസ്, ഇതാ പറയുന്നു, നോക്കിക്കോ. 2 കോംപ്ലക്സ് നമ്പർ, ഒന്ന് A+IBയും പിന്നെ അടുത്ത കോംപ്ലക്സ് നമ്പർ C+ID-യും മൾട്ടിപ്പിൾ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാം. നോക്കിക്കോ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന്. എയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ A × C ദാറ്റ് ഈസ് AC. കണ്ടാ, പുട്ടേ മൈനസ്, മറക്കണ്ട പുട്ടേ മൈനസ്. ഇതൊക്കെ നമ്മൾ ഇത് സാധാരണ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതാണ്. അപ്പൊ അത് അത്രയും ലെങ്തി നമ്മൾ ചെയ്യേണ്ട, അതുകൊണ്ട് എളുപ്പത്തിൽ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എയും സിയും മൾട്ടിപ്ലൈ AC. മനസ്സിൽ വെച്ചാൽ AC, എയും സി സെയിം ടേം, സെയിം കറസ്പോണ്ടിങ് ടേം A and C ദാറ്റ് ഈസ് AC. പുട്ടേ മൈനസ് 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 മൈനസ്, മറക്കരുത് പുട്ടേ മൈനസ്. അടുത്തത് എന്താ? ബിയും ഡിയും മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഈസ് BD. കണ്ടാ, സോ AC - BD. വല്ലാത്ത ദാഹം. ദാഹം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഉണ്ടല്ലോ. യെസ്, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും. മനുഷ്യന്മാരൊക്കെ ജീവിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? സമാധാനം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ദാഹമുണ്ട്, വെള്ളമുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാഹ് റാഹത്താണ്. AC - BD. അടുത്തത്, അപ്പോൾ ഞാനത് AC
എ ഇൻറ്റു സി എ സി മൈനസ് പുട്ട് എ മൈനസ് ബി ഇൻറ്റു ഡി ബി ഡി എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്ലസ് ഇടുക കേട്ടോ. അതാണ് സ്റ്റാൻഡേർഡ് ഫോം. ഇത് സ്റ്റാൻഡേർഡ് ഫോം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞുതരാം. പ്ലസ് ഇട്ടിട്ട് പിന്നെ ഒരു ഐ ഇൻറ്റു കൊടുക്കുക. ഐ ഇൻറ്റു ഇനി നേരെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യുക. എ ഇൻറ്റു ഡി കേട്ടോ, എ ഡി. അപ്പോൾ പ്ലസ് ഇടണം, മൈനസ് അല്ല. അപ്പോൾ പിന്നെ പ്ലസ് ആണ്. പിന്നെ എന്താ ബി ഇൻറ്റു സി, ഇങ്ങോട്ട് എ ഇൻറ്റു ഡി ചെയ്ത് പിന്നെ ബി ഇൻറ്റു സി. ആദ്യം ഇങ്ങനെ എ ഇൻറ്റു സി ബി ഇൻറ്റു ഡി ചെയ്യുക. പിന്നെ എ ഇൻറ്റു ഡി അവിടെ പ്ലസ് ഇട്ടിട്ട് പ്ലസ് ബി സി. ഇത് മനസ്സിലങ്ങ് വെച്ചാൽ മതി കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് നോക്കാം. എ സി മൈനസ് ബി ഡി പ്ലസ് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി. ഇതൊന്നും അറിയാത്തവരും ഡയറക്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഐ ഇൻറ്റു ഐ മൈനസ് വരുമോ ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് എങ്ങനെ ചെയ്താൽ എ സി മൈനസ് ബി ഡി പ്ലസ് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി. എ സി മൈനസ് ബി ഡി പ്ലസ് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി. പ്രോബ്ലത്തിലേക്ക് പോകാം. യെസ്, അപ്പോൾ നമ്മളെ പ്രോബ്ലം ആയിരുന്നല്ലോ. അപ്പോൾ 5 പ്ലസ് ഐയും 2 മൈനസ് 3 ഐയും കൂടി ഞാൻ ഇവിടെ അതായത് ഈ പെട്ടിയിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. യെസ്, ഈ പെട്ടിയിൽ ഞാൻ മൾട്ടിപ്പിൾ ചെയ്യുന്നു. യെസ്, ശ്രദ്ധിച്ചോട്ടാ. 5 പ്ലസ് ഐ ഞാൻ ഇങ്ങനെ എഴുതി. 5 പ്ലസ് ഐ 2 മൈനസ് 3i. യെസ്, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പല ആളുകൾക്കും യെസ് ഇവിടെ ഉള്ള വലിയൊരു പ്രശ്നം. ഇങ്ങോട്ട് നോക്ക് ഇവിടെ നോക്ക് മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാ. യെസ്, കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അഭിഷേക് പറഞ്ഞിട്ടുണ്ട്. അഭിഷേക് ഈസ് എ ബ്രില്യൻ സ്റ്റുഡൻറ്റ്. യെസ്, അഭിഷേക് പറഞ്ഞ വളരെ കറക്റ്റാണ്. കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ ഒരു പോയിന്റ് കിട്ടിയാൽ മതി, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പ്രശ്നം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ 5 പ്ലസ് ഐ, അതിൻ്റെ റിയൽ പാർട്ട് 5, അതിൻ്റെ ഇമാജിനറി പാർട്ട് ഐ എന്ന് പറഞ്ഞാൽ 1i ആണ്. പല കുട്ടികളും തെറ്റിക്കുന്നതാ. ആ ബി കൊണ്ടുപോയിട്ട് ഐ എന്ന് പറഞ്ഞിടും. അങ്ങനെ ബി എന്ന് പറഞ്ഞാൽ 1 അല്ല. എ പ്ലസ് ഐ ബിയിൽ ബി എന്ന് പറഞ്ഞാൽ 1 മറക്കരുത്. 1i ദാറ്റ് ഈസ് 1b1. ഇവിടെ താഴെ ബി എത്രയാ? A1 2 ആണ്. 2 മൈനസ് 3iലെ A2 ആണ്. ബി എന്ന് പറഞ്ഞാൽ -3 ആണ്, മറക്കരുത്. അതുകൊണ്ടാണ് അവിടെ 2 മൈനസ് 3i എന്ന് വന്നത്. മനസ്സിലായോ? അവിടെ ബിന്റെ സ്ഥാനത്ത് -3 ആ. അതാണ് ആ പ്ലസിന്റെ സ്ഥാനത്ത് അവിടെ മൈനസ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? എ ഇൻറ്റു സി എ സി എഴുതി വെച്ചിട്ടില്ലേ? എ ഇൻറ്റു സി എ സി. അപ്പൊ എത്രയാ? 10. മറക്കരുത്. പുട്ടേ മൈനസ് 10. പുട്ടേ മൈനസ് കൊടുത്താൽ എ സി പിന്നെ എന്താ? മൈനസ്. നോക്കിക്കോ, എ സി മൈനസ് എന്താ നമ്മൾ എഴുതി വെച്ചത്? എ സി മൈനസ് ബി ഡി. കണ്ടാ? ബി ഇൻറ്റു ഡി. സോ ബി ഇൻറ്റു ഡി. ബി എത്രയാ? 1. ഡി എത്രയാ? -3. സോ 1 ഇൻറ്റു -3 ദാറ്റ് ഈസ് -3. കണ്ടോ? അപ്പോൾ അവിടെ -3 വരും. ഇനി ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഒരു പ്ലസ് ഇടുക. പ്ലസ് ഇട്ടിട്ട് ഐ ഇൻറ്റു. കണ്ടോ? അടുത്ത എന്താ നോക്കിക്കോ, നിങ്ങൾ എഴുതി വെച്ചോ നോക്കിക്കോ. എ ഡി പ്ലസ് ബി സി. നേരെ ഇങ്ങോട്ട് തിരിച്ച് എ ഇൻറ്റു എ ഡി. എ ഇൻറ്റു ഡി ദാറ്റ് ഈസ് 5 ഇൻറ്റു -3 ദാറ്റ് ഈസ് -15. കണ്ടോ? 5 ഇൻറ്റു -3. 5 ഇൻറ്റു -3. യെസ്. പിന്നെ ആരാ? പിന്നെ 5 ഇൻറ്റു -3 പിന്നെ ആരാ? 1 ഇൻറ്റു 2. കണ്ടാ? എ ഡി പ്ലസ് ബി സി. സോ പ്ലസ് ബി സി. ബി എന്ന് പറഞ്ഞാൽ അവിടെ 1 ആ. 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് 2. കണ്ടാ? സോ 10 മൈനസ് -3 ദാറ്റ് ഈസ് 10 മൈനസ് -13. അപ്പോൾ അത് പ്ലസ് ആയി. ദാറ്റ് ഈസ് 13 പ്ലസ് -15 പ്ലസ് 2 -13 എന്ന് വരും അല്ലേ? അപ്പോൾ 13 പ്ലസ് -13i. കണ്ടാ? 13 പ്ലസ് -13i. അപ്പോൾ അതിനെ ഞാനിവിടെ എഴുതാം. 13. ഇപ്പോൾ ഈ പ്ലസും ഈ മൈനസും കൂടെ എന്താവും? ഈ പ്ലസും ഈ മൈനസും കൂടെ എന്താവും? മൈനസ് എന്നാണ് എഴുതിയാൽ മതി. അപ്പോൾ 13 മൈനസ് 13i. 13 മൈനസ് 13i ഡിവൈഡഡ് ബൈ. ഇനി താഴെ ശ്രദ്ധിക്കണം. ഇനി ഇത് എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം ഇത് എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞ ഫോമാണ്. അപ്പോൾ അത് എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബിയുടെ വാല്യൂ ഞാനിവിടെ സൈഡിൽ എഴുതാം. എ പ്ലസ് അറിയാത്തവർ എഴുതി വെച്ചോ, അത് മൾട്ടിപ്പിൾ ചെയ്യണ്ട, ചെയ്യാതെ തന്നെ അതിൻ്റെ വാല്യൂ എഴുതാം. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബിയുടെ വാല്യൂ ഡയറക്റ്റ് നമുക്ക് എഴുതാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. അതിന് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, അത് നേരെ അങ്ങനെ എഴുതിയാൽ മതി. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ശ്രദ്ധിക്കുക, എ 2 ആണ്, ബി 3 ആണ്. സോ എ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 3ൻ്റെ സ്ക്വയർ 9. കണ്ടാ? സോ 13 മൈനസ് 13i ഡിവൈഡഡ് ബൈ 13. കണ്ടാ? എ ബ്യൂട്ടിഫുൾ 13ൻ്റെ ഒരു കളക്ഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് നമുക്ക് സെപ്പറേറ്റ് എഴുതുക അല്ലേ? സോ 13/13 കുറച്ച് മൊഞ്ചാക്ക് എന്നുള്ളതാണ്. ആൻസർ കിട്ടിയിട്ടുണ്ട്, മനസ്സിലായല്ലോ? സംഗതിയൊക്കെ ശരിയാ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? കല്യാണത്തിന് ഒരുങ്ങണ്ട പോലെ ഒരുങ്ങണ്ടേ? സോ 13/13 മൈനസ് 13i/13. സോ 13/13 എത്രയാ? അങ്ങോട്ട് പോയല്ലോ. 13/13 1. സോ ദ ആൻസർ ഈസ് 1 മൈനസ്
13i by 13. That is out of cancel I. That is 1 minus I is the answer. So the final answer is 1 minus I. 1 minus I. That is the final answer. Clear ആണല്ലോ? Okay. Clear ആണല്ലോ അല്ലേ? Okay. So moving to the next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് നമ്മൾ. Okay. Yes. Express the complex number. ശ്രദ്ധിക്കുക. Express 5 minus 3i the whole cube in the form of a plus ib. 5 minus 3i the whole cube in the form of a plus ib. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനെ എ പ്ലസ് ഐ ബി ഫോർമാറ്റിൽ എഴുതണം. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇതിന്റെ എ പ്ലസ് ഐ ബി ഫോർമാറ്റിലാണോ? 5 minus 3i എ പ്ലസ് ഐ ബി ഫോർമാറ്റിലാണ്, അതിൽ സംശയമൊന്നുമില്ല. എ 5 ആണ്, ബി -3 ആണ്. പക്ഷേ ദ ഹോൾ ക്യൂബ് എന്നാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? അതങ്ങ് ഓപ്പൺ ആക്കിയിട്ട് എ പ്ലസ് ഐ ബിയിലേക്ക് എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? 5 minus 3i ഹോൾ ക്യൂബിനെ എ പ്ലസ് ഐ ബിയിൽ എഴുതുക, എക്സ്പാൻഡ് ചെയ്തിട്ട് എ പ്ലസ് ഐ ബി ഫോർമാറ്റിലേക്ക് എഴുതുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് പിന്നെ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എ മൈനസ് ബി ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയണം. അത് നമ്മൾ ബൈനോമിയലിൽ പഠിച്ചിട്ടുണ്ടല്ലോ, എളുപ്പമാണല്ലോ അല്ലേ? എ മൈനസ് ബി ഞാൻ പറയാം നോക്കിക്കോ, നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. ഞാൻ പറയാം എ ക്യൂബ് എടാ, എ ക്യൂബ് മൈനസ്, അപ്പോൾ എങ്ങനെയാ? എ ക്യൂബ് മൈനസ് 3 അറിയാലോ, 3 ബൈനോമിയൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എ മൈനസ് ബി ഒക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. -3 എൻ്റെ പവർ ഒന്ന് കുറഞ്ഞു, ബീൻ്റെ പവർ ഒന്ന് കൂടി, പ്ലസ് അഗെയിൻ കോഎഫിഷ്യന്റ് 3 എൻ്റെ പവർ ഒന്നുകൂടി കുറഞ്ഞു, ബീൻ്റെ പവർ ഒന്ന് കൂടി, മൈനസ് ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും കൊടുക്കണം, കാരണം മൈനസ് ആണ്, മൈനസ് വരുന്നുണ്ട് കേട്ടോ. സോ മൈനസ് ബി ക്യൂബ് കണ്ടോ, അതെല്ലാവർക്കും അറിയാം. എ ക്യൂബ് മൈനസ് 3a² ബി പ്ലസ് 3ab² മൈനസ് ബി ക്യൂബ്. റെഡി? യെസ്. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഇവിടെ എയുടെ സ്ഥാനത്ത് 5 ആണ്, ബിയുടെ സ്ഥാനത്ത് ആരാ മക്കളെ? 3i ആണ്. ബി മാറണ്ട. ഇവിടെ ബി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടായ വെറും 3 അല്ല. ഇവിടെ എ മൈനസ് ബി തെറ്റിക്കുകയാണ്. പല കുട്ടികളും തെറ്റിക്കും. എന്നിട്ട് പറയും ഇത് റിയൽ പാർട്ടല്ലേ, എ ബി ഇമാജിനറി പാർട്ടല്ലേ. അങ്ങനെയല്ല. ഇത് മൊത്തത്തിൽ എ മൈനസ് ബി ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷനിൽ ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം ഹോൾ ക്യൂബ് അങ്ങനെ വരുമ്പോൾ ഉള്ള എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം ആരാ? 5, സെക്കൻഡ് ടേം ആരാ? 3i. കണ്ടോ? ഇങ്ങനെയാണ് ഈ എക്സ്പാൻഷനിൽ അങ്ങനെ ഉപയോഗിക്കുക. അല്ല കൊണ്ടുപോയിട്ട് ഇമാജിനറി റിയൽ പാർട്ട് എ ആണല്ലോ, ഇമാജിനറി പാർട്ട് 3 ആണല്ലോ, അപ്പോൾ പിന്നെ ഇതിന് ഇങ്ങനെ കൊടുത്ത് അങ്ങനെയല്ല, മാറരുത്. പല സമയത്തും കുട്ടികൾ തെറ്റിക്കുന്ന. സോ എ ക്യൂബ്, ഓക്കെ, എ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എ, ഇത് 3ib. സോ കൊടുത്തോ എ ക്യൂബ്. പിന്നെ ആ മൈനസോ? ഇവിടെ മൈനസിനാണല്ലോ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഞാൻ മൈനസ് അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? മൈനസിന്റെ എക്സ്പാൻഷൻ നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇറ്റ്സ് കോൾഡ് കോമൺ സെൻസ്. യെസ് മക്കളെ, വെരി എ ക്യൂബ് 5 ക്യൂബ്, എ 5 ക്യൂബ്, ദാറ്റ് ഈസ് 5 ക്യൂബ് മൈനസ് 3 ഇൻറ്റു എ സ്ക്വയർ, ദാറ്റ് ഈസ് 5 സ്ക്വയർ ഇൻറ്റു ബി. അരബി 3i കണ്ടാ, അപ്പൊ തെറ്റൂല കണ്ടാ, പ്ലസ് 3 ഇൻറ്റു എ 5 ബി സ്ക്വയർ, ദാറ്റ് ഈസ് 3iയുടെ സ്ക്വയർ കണ്ടാ, മൈനസ് ബി ക്യൂബ് 3iന്റെ ക്യൂബ് കണ്ടാ. ഇത്രേ ഉള്ളു പണി. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ ഇനി നേരെ എക്സ്പാൻഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ സിംപ്ലിഫിക്കേഷൻ ആണ്. ഓക്കെ, എക്സ്പാൻഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ. ആൻസർ ആയിട്ടുണ്ട്. സിംപ്ലിഫൈ ചെയ്തിട്ട് മുൻപുള്ളൊരു ഫോർമാറ്റിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള പണി. സോ 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 5ന്റെ ക്യൂബ് 125. സംശയമുള്ളവർക്ക് കാൽക്കുലേറ്റർ നോക്കാം. 125. ഓക്കെ, മൈനസ് 3 ഇൻറ്റു 5ന്റെ സ്ക്വയർ. അപ്പോൾ 3 ഇൻറ്റു 5ന്റെ സ്ക്വയർ ഞാൻ ഒരുമിച്ച് പറയാം കേട്ടോ. 3 ഇൻറ്റു 5ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പോൾ 25 ഇൻറ്റു 3 75. 75 ഇൻറ്റു 3 ശ്രദ്ധിക്കണം. 5ന്റെ സ്ക്വയർ 25, 25 ഇൻറ്റു 3 75, 75 ഇൻറ്റു 3 225. എടാ 75 ഇൻറ്റു 3 225. ഒന്നും സംഭവിച്ചിട്ടില്ല, അവിടെ കിടക്കട്ടെ. മൈനസ് പ്ലസ് അടുത്തത് 3 ഇൻറ്റു 5 25, സോറി 3 ഇൻറ്റു 5 15. പിന്നെ 3i സ്ക്വയർ എന്നാ. 3i സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഓഫ് ദ ഫോം എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ബി സ്ക്വയർ. അപ്പോൾ 3ന്റെ സ്ക്വയർ iന്റെ സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെ വരും? 3 ഇൻറ്റു 5 15. പിന്നെ 15 ഇൻറ്റു 3ന്റെ സ്ക്വയർ
പെട്ടെന്ന് ചെയ്യാം. 15 × 3 ന്റെ സ്ക്വയർ 9 × 15 എന്ന് പറഞ്ഞാൽ 90, 9 45, 135. അപ്പോൾ 135 മൊത്തം കോഎഫിഷ്യൻസ്. പിന്നെ ഐന്റെ സ്ക്വയർ ഉണ്ട്. ഐന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? ദാറ്റ് ഈസ് -1 കണ്ടാ. സോ ഇൻറ്റു 135 × -1 മൈനസ്. ഇനി എ ബി ക്യൂബ് ദാറ്റ് ഈസ് എ ക്യൂബ് ബി ക്യൂബ്. എ ക്യൂബ് 3 ന്റെ ക്യൂബ് 27 അല്ലേ? ഐന്റെ ക്യൂബ് എത്രയാ? ഐന്റെ ക്യൂബ് എത്രയാ മക്കളെ? ഐ ക്യൂബ്. ഐ സ്ക്വയർ -1. ഐ ക്യൂബ് എത്രയാ? -i. കണ്ടാ, മറക്കരുത്. ഒരു കൺഫ്യൂഷൻ. മൈനസിനൊക്കെ എന്ത് ചെയ്ത് ബ്രാക്കറ്റ് കൊടുത്തു, കുഴപ്പമില്ല കേട്ടോ, തെറ്റിക്കാതിരുന്നാൽ മതി. സോ 125 മൈനസ് 225 ഐ. ഇനി ഇങ്ങനെ വന്നിട്ട് 135 × -1 ദാറ്റ് ഈസ് -135. എടാ, ഇത്ര എളുപ്പമുണ്ട്. ഇനി -27 × -i. അപ്പോൾ അതാ മൈനസും പ്ലസ് ആയിട്ട് 27 ഐ. എടാ, 27 ഐ. സോ ഇനി ജസ്റ്റ് സിംപ്ലിഫിക്കേഷനേ ഉള്ളൂ. ഇതാ കഴിഞ്ഞു. 125 നിന്നും 135 കുറച്ചാൽ -10. എന്താ, പിന്നെ വന്നിട്ട് -225 27 -225 ഐയും 27 ഐയും. -225 ഐയിലേക്ക് 27 ഐ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -198 വരും അല്ലേ? കാരണം 198 27 225 അല്ലേ വരിക? അതെ 198 27 225. സോ -198 ഐ. സോ ദാറ്റ് ഈസ് ആൻസർ. ഈസ് ഓഫ് ദ ഫോം a + ib. ഇവിടെ എത്രയാ മക്കളെ? -10. ബി എത്രയാ? -198. കണ്ടോ? സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഏതാണ് 100? ഐശ്വര്യ പറയുന്നു 100 ആണ്. എന്താണ് 100? മനസ്സിലായില്ല. തെറ്റിയിട്ടുണ്ടോ? നമ്മൾ ചെയ്തത് തെറ്റിയിട്ടുണ്ടോ? ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ്. അവിടെ 125 - 225 ഐ ആണാണ്. നോക്കണം. 125 നിന്നും 225 ഐ നമുക്ക് കുറക്കാൻ പറ്റൂല. കാരണം 225 ഐ എന്ന് പറഞ്ഞാൽ എന്ത് നമ്പറാ? ഇമാജിനറി നമ്പറാ. 125 റിയൽ നമ്പറാ. അപ്പൊ നമ്മൾ റിയൽ ടേംസുകൾ നോക്ക്. 125 പിന്നെ ഒരു -135. അപ്പൊ 125 നമ്മൾ 135 കുറച്ചു, അപ്പോൾ -10 കിട്ടി. പിന്നെ നമ്മൾ ഇമാജിനറി പാർട്ടുകൾ ഏതൊക്കെയാ? -225 ഐയും 27 ഐയും കൂടെയാ. അതും രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് -198 ഐ കിട്ടുന്നത്. അപ്പൊ മൊത്തം ഐ -198, മൊത്തം റിയൽ പാർട്ട് -10. ക്ലിയർ ആണോ? ഐശ്വര്യ ക്ലിയർ ആക്കിയിട്ടുണ്ടോ? ഇപ്പൊ ക്ലിയർ ആയോ? 200. യെസ്. ഓക്കെ, താങ്ക് യു. യെസ്. സോ ദ നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. എക്സ്പ്രസ് 1 - i ഹോൾ റൈസ് ടു 4 ഇൻ ദ ഫോം ഓഫ് a + ib. ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. a + ib ഫോർമാറ്റിൽ എഴുതണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ a - b ഹോൾ റൈസ് ടു 4ന്റെ എക്സ്പാൻഷൻ ബൈനോമിയൽ പഠിച്ച നിങ്ങൾക്ക് അറിയാം. പക്ഷേ അത് കുറച്ച് വലിയ എക്സ്പാൻഷൻ. നിങ്ങൾക്ക് അറിയാം 5 ടേം ഉണ്ടാവും. അതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ചെയ്ത് നോക്കല്ലേ? എങ്ങനെ ചെയ്യാം? ആർക്കെങ്കിലും ഒരു ഐഡിയ പറയാൻ പറ്റുമോ? 1 - i ഹോൾ റൈസ് ടു 4നെ എന്ത് ചെയ്യാൻ പറ്റും? 1 - i ഹോൾ റൈസ് ടു 4നെ എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ആർക്കെങ്കിലും ഒരു ഐഡിയ പറയാൻ പറ്റുമോ? ഹോൾ റൈസ് ടു 4 എക്സ്പാൻഡ് ചെയ്യാതെ എങ്ങനെ ചെയ്യാം? യെസ്, very good. 1 - i. Yes, that is the answer. Yes, 1 - i. ഐശ്വര്യ പറഞ്ഞു തന്നെയാണ് കറക്റ്റ്. 1 - i ഹോൾ റൈസ് ടു 4നെ 1 - i ഹോൾ സ്ക്വയർ എഴുതാം. ദാറ്റ് ഈസ് x റൈസ് ടു m ഹോൾ റൈസ് ടു n. ബേസിക്സ് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ. x റൈസ് ടു m ഹോൾ റൈസ് ടു x, n ഈസ് x റൈസ് ടു mn. സോ 4 നമുക്ക് 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. 1 - i ഹോൾ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. കണ്ടോ? അപ്പൊ 2 × 2 4. ആ 2 സ്പ്ലിറ്റ് ചെയ്ത്. ഇനി എളുപ്പമാണ്. ഇത് a - b ഹോൾ സ്ക്വയർ. അത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാലോ. So a square, a - b whole square. So a square, that is 1 square, minus 2ab. 2 × 1 × imaginary അല്ലേ? b ടേം ഏതാ? i ആണ് അല്ലേ? a - b. ഇതാണ് a 1. b എത്രയാ? i. So 2 × 2ab, a - b whole square, a square 1 minus 2ab, that is 2 × ab 2 × 1 × i, that is -2i.
പിന്നെ ആരാ പ്ലസ് എസ് സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഐൻ്റെ സ്ക്വയർ ഉണ്ടാ ഐൻ്റെ സ്ക്വയർ ഐൻ്റെ സ്ക്വയർ ഐൻ്റെ സ്ക്വയർ ഹോൾ സ്ക്വയർ ഉണ്ടാ. അപ്പം നമ്മൾ ഒരു ഹോൾ സ്ക്വയറെ കൊടുത്തിട്ടുള്ളൂ, പിന്നെ അടുത്ത് കൊടുത്ത് രണ്ടാമത്തെ കൊടുത്തു. സോ ദിസ് ഈസ് 1 മൈനസ് 2i സ്ക്വയർ എന്താ യു നോ ദ വാല്യൂ ഐ സ്ക്വയർ ദാറ്റ് ഈസ് -1. സോ ദ ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1. 1ഉം -1ഉം ക്യാൻസൽ ആയി പോയി. ബാക്കി -2i ദ ഹോൾ സ്ക്വയർ. കണ്ടാ, ഇനി നേരെ കൊടുത്താൽ മതി. എന്താ എ ബി ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് എ സ്ക്വയർ ബി സ്ക്വയർ. അപ്പോൾ -2 സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ. കണ്ടാ, -2ൻ്റെ സ്ക്വയർ എത്രയാ 4, ഐ സ്ക്വയർ എത്രയാ again -1. സോ 4 ഇൻറ്റു -1. സോ ദ ആൻസർ ഈസ് -4. കണ്ടാ, ഇപ്പം ഇതെന്താ? അപ്പോൾ ചോദിക്കും ഇത് എവിടെ സാറേ A+IB ഫോർമാറ്റിൽ? അതെ, ഇത് A+IB ഫോർമാറ്റിൽ തന്നെയാണ്. ഇറ്റ്സ് എ പ്യുവർ റിയൽ നമ്പർ. വേണമെങ്കിൽ സംശയമുള്ളവർ എഴുതിക്കോ -4 + 0i. കണ്ടാ, A+IB വേണമെങ്കിൽ എഴുതിയാൽ നിർബന്ധമില്ല. -4 എന്ന് എഴുതിയാലും ആൻസർ തന്നെയാണ്. -4 + 0i എന്ന് വേണമെങ്കിൽ എഴുതാം എന്ന് മാത്രം. അപ്പോൾ A+IB കറക്റ്റ് ആണല്ലോ. ഇവിടെ ഇമാജിനറി പാർട്ടില്ല, ഇറ്റ്സ് എ പ്യുവർ റിയൽ നമ്പർ. റെഡി? യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. -4 + 0i ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ, യെസ്, ഐഷ അഫ്സൽ, ഹായ്, ഹലോ. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്രസ്. അപ്പം ഞാൻ പിന്നെ ഈ ഒരു ചോദ്യം അല്ലേ, എക്സ്പ്രസ് എന്താണ് ചോദ്യത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. യെസ്, 1 മിനിറ്റ് സമയം, ഒറ്റ മിനിറ്റ് സമയം. ആർക്കെങ്കിലും സോൾവ് ചെയ്ത ആൻസർ ഇതിൽ അയക്കാൻ പറ്റുമോ? 1 മിനിറ്റ് സമയം, 1 മിനിറ്റ്. 8:44 ആയിട്ടുണ്ട്. 8:45 വരെ ഞാൻ വെയിറ്റ് ചെയ്യാം. എക്സ്പ്രസ് ദ ക്വസ്റ്റ്യൻ ഈസ് 3 + i√5 into 3 - i√5 divided by √3 + √2i minus √3 minus i√2. യെസ്, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. √3 + i√5 into 3 - i√5 divided by √3 + √2i minus √3 minus i√2. എന്താ മോനെ ഡൗട്ട് ചോദിച്ചോ? യെസ്, അപ്പം നമ്മൾ 1 മിനിറ്റ് സമയം അവസാനിച്ചതിനാൽ നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കാം. യെസ്, കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ, ഒരു പ്രശ്നവുമില്ല. നോക്ക് നിങ്ങളെ, ചോദ്യത്തിലേക്ക് വാ, ചോദ്യത്തിലേക്ക് വാ. എന്താണ് ഡൗട്ട്? എന്താണ്? ഈ പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ ഇതാ ചെയ്യാൻ പോവാണ്. ഓക്കെ, യെസ് ഐശ്വര്യ അഗെയിൻ. യെസ്, മേ ബി ദാറ്റ് ഈസ് ദ ആൻസർ. യെസ്, എഴുതിയത് മനസ്സിലാവുന്നില്ല. യെസ്, ആയിരിക്കാം മേ ബി ദാറ്റ് ഈസ് ആൻസർ. മേ ബി നമുക്ക് ചെയ്തു നോക്കാം. യെസ്, കറക്റ്റ് ആവാനാണ് സാധ്യത. നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം. ഓക്കെ ചെയ്തു നോക്കാം. യെസ് ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ 3 + i√5 into 3 - i√5 divided by √3 + √2i minus √3 minus i√2 എന്നാ. ഇപ്പോൾ മുകളിൽ കിടക്കുന്നത് A+IB, ശ്രദ്ധിക്കുക, A+IB into A minus IB. So what is A+IB into A minus IB? That is simply A square plus B square. That is real part in the square plus imaginary part in the square. അപ്പോൾ നേരെ അതങ്ങ് എഴുതാലോ, റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ. അത് അറിയാത്തവർ ഇനി ആരും ഇല്ലല്ലോ. യെസ്, അതറിയാത്തവരില്ലല്ലോ ഷൈനെ, അതറിയാത്തവരാരും ഇല്ലല്ലോ അല്ലേ. എ സ്ക്വയർ ദാറ്റ് ഈസ് 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് A+IB. വൈകി വന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ എഴുതാം, A+IB into A minus IB ദാറ്റ് ഈസ് A square plus B square. കണ്ടല്ലോ. സോ A സ്ക്വയർ ദാറ്റ് ഈസ് 3ൻ്റെ സ്ക്വയർ, പിന്നെ √5ൻ്റെ സ്ക്വയർ അത് 9, ഒരു 5 അല്ലേ. √5ൻ്റെ സ്ക്വയർ 5 ആണ്. സോ √5ൻ്റെ സ്ക്വയർ 5. സോ A square plus B square. കണ്ടോ, ന്യൂമറേറ്ററിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ? അടുത്തൊന്നുമില്ല. അടുത്തത് ഈ കോംപ്ലക്സ് നമ്പറിൽ നിന്നും ഈ കോംപ്ലക്സ് നമ്പർ സബ്സ്ട്രാക്ട് ചെയ്തിരിക്കുകയാണ്. കോംപ്ലക്സ് നമ്പർ എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യുക? സബ്സ്ട്രാക്ഷൻ, റിയൽ പാർട്ടിൽ നിന്ന് റിയൽ പാർട്ട് കൊടുക്കുക, ഇമാജിനറി പാർട്ടിൽ നിന്ന് ഇമാജിനറി പാർട്ട് കൊടുക്കുക. വേറെ ഒന്നുമില്ല കേട്ടോ, നേരെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, എന്നാലേ കുറക്കാൻ കഴിയുള്ളൂ. √3 + √2i മൈനസ് ഇൻറ്റു √3 മൈനസ് √3. കേട്ടോ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മൈനസ് ഉണ്ട് ഇവിടെ. സോ -√3. പിന്നെ മൈനസ് ഇൻറ്റു -i√2 ദാറ്റ് ഈസ് +i√2. കണ്ടാ,
പ്ലസ് ഐ റൂട്ട് 2 കണ്ട. സോ ദിസ് ഈസ് ഈക്വൽ ടു 9 + 5 14 ഓക്കെ ഡിവൈഡഡ് ബൈ √3 -√3 അത് ക്യാൻസൽ ആയി പോയി കണ്ട. ഇനി ആരാ ബാക്കിയുള്ളത്? √2 പിന്നെ ഒരു √2. √2 എന്ന് പറഞ്ഞാൽ √2 ആണല്ലോ. അപ്പോൾ √2 അപ്പൊ എത്ര √2 ആയി? √2 പ്ലസ് √2 അപ്പോൾ 2 √2 കണ്ട. 2 √2 യെസ് 2 √2. സോ ദ ആൻസർ ഈസ് ഇങ്ങനെ വരുമ്പോൾ 7 വരും. 14 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സോ ദിസ് ഈസ് 7/√2i എന്ന് വരും കണ്ട. പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് A+IB ഫോർമാറ്റിൽ എഴുതാനല്ലേ മക്കളെ? A+IB ഫോർമാറ്റിൽ എഴുതണം എന്നുണ്ടെങ്കിൽ ഈ താഴെ കിടക്കുന്ന താഴെ ഐ കടന്നു കഴിഞ്ഞാൽ പിന്നെ A+IB ഫോർമാറ്റ് ആയോ? ഇല്ലല്ലോ. അപ്പോൾ ഐന് മുകളിൽ എത്തിക്കണം. ഇനി പിന്നെ എന്താ പണി? ഇനി ഇത് നമ്മൾ സാധാരണ പറഞ്ഞ ഫ്രാക്ഷണൽ ഫോർമാറ്റ് വന്നു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്താൽ മതി? കോൺജുഗേറ്റ് ഉപയോഗിച്ചിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ഞാനിതാ √2i കോൺജുഗേറ്റ് എന്താ? ഇറ്റ് ഈസ് -√2i. കാരണം അവിടെ ഇമാജിനറി പാർട്ടില്ല, സോറി റിയൽ പാർട്ടില്ല. ഇപ്പോൾ 0 പ്ലസ് എന്താ സാധനം? 0 പ്ലസ് √2i എന്നാണ് ഈ താഴെ കിടക്കുന്ന ആൾ. അപ്പോൾ അയാളുടെ കോൺജുഗേറ്റ് പറഞ്ഞാൽ ആരാ? 0 - √2i. ഇനി അതൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഐനെ കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ എന്നാലും കിട്ടും ആൻസർ. ഓക്കെ, നമ്മൾ എന്തായാലും ഇങ്ങനെ തന്നെ ചെയ്യാം. 0 - √2 ദാറ്റ് ഈസ് -√2i. -√2i കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 × -√2i ഡിവൈഡഡ് ബൈ √2i × -√2i കണ്ടാ. അപ്പോൾ ഇതൊന്നുമില്ല, കോൺജുഗേറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം +ib × -ib ദാറ്റ് ഈസ് a² + b². a² ഇമാജിനറി റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ ആണ്, b² ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നേരെ അങ്ങ് എഴുതിയാൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. 7 × -√2 ദാറ്റ് ഈസ് -7√2i ഡിവൈഡഡ് ബൈ പിന്നെ ഇതെന്താ? √2i × -√2 ദാറ്റ് ഈസ് 0 + √2i × 0 - √2i. നേരെ ചെയ്താലും മതി, കുഴപ്പമില്ല. ഞാനിപ്പോൾ A+IB × A - IB ദാറ്റ് ഈസ് a² + b². എത്രയാ? 0² പ്ലസ് ബി എത്രയാ? √2ന്റെ സ്ക്വയർ. അപ്പോൾ എത്രയാ? √2ന്റെ സ്ക്വയർ എത്രയാ? 2 കേട്ടാ. സോ ദാറ്റ് ഈസ് √2ന്റെ സ്ക്വയർ 2 കണ്ടാ. അപ്പോൾ -7√2i/2 എന്ന് വരും കണ്ടല്ലോ. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഓക്കെ ആണല്ലോ? യെസ്. -7√2i/2. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 2ഉം ഈ √2 കൂടി ക്യാൻസൽ ചെയ്ത് 2 എന്ന് പറഞ്ഞാൽ √2 × √2 എന്നാ. അപ്പോൾ ഈ √2 2 കൂടി ക്യാൻസൽ ചെയ്താൽ ബാക്കി ഇവിടെ എത്രയായി? യെസ് √2. സോ ദ ആൻസർ ഈസ് -7i ഡിവൈഡഡ് ബൈ √2. യെസ് ദാറ്റ് ഈസ് ആൻസർ. യെസ് ഐശ്വര്യ പറഞ്ഞു തന്നെയാണ് ആൻസർ. പിന്നെ വേണമെങ്കിൽ -7√2i/2 തന്നെ എഴുതാം, അല്ലെങ്കിൽ -7i/√2 എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഓക്കെ റെഡി? ദാറ്റ് ഈസ് ആൻസർ. ഐശ്വര്യ കറക്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ വെരി ഗുഡ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ്. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ താങ്ക് യു. യെസ്. നെക്സ്റ്റ് നമ്മളെ സാധാരണ എപ്പോഴും എല്ലാ ബോർഡ് എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആരും പഠിക്കാതെ പോകരുത് മക്കളെ. അതായത് പിന്നെ നമ്മൾ ടൈപ്പിങ്ങിൽ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ഇൻവേഴ്സ്. ഓക്കെ, ശ്രദ്ധിക്കാത്തതുകൊണ്ട് സംഭവിച്ചാണ് ഇൻവേഴ്സ്. ഓക്കെ, ഇവിടെ ചോദ്യം ഞാൻ അതിൻ്റെ തിയററ്റിക്കൽ പാർട്ടിലേക്ക് ഒന്നും പോകുന്നില്ല. പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. വളരെ എളുപ്പത്തിൽ എപ്പോഴും ബോർഡ് എക്സാമിന് 99% പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ആളാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, 99% ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിലേക്ക് മാറി ഒരൊറ്റ ചോദ്യം മതി ശരിക്കും പഠിക്കാൻ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 2 - 3i. സോ ദാറ്റ് ഈസ് ദ കോംപ്ലക്സ് നമ്പർ z is equal to, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, z is equal to 2 - 3i. z is equal to 2 - 3i. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈസ് ഡിനോട്ടഡ് ബൈ z ഇൻവേഴ്സ്. കണ്ടാ, സംഗതി കോൺസെപ്റ്റിലേക്ക് ഞാൻ പോകില്ല. എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി പറയണം എന്നും നമ്മളൊന്നും അറിയണ്ട. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോംപ്ലക്സ് നമ്പറിനെ ഏത് കോംപ്ലക്സ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 കിട്ടുക, അതിനെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുക. ഈ 1 എന്ന് പറഞ്ഞാൽ ആരാ? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ജസ്റ്റ് ഒന്ന് പറഞ്ഞത് കാരണം പറയാണ്. ഇസഡിനെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ z എന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇസഡിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി 1 ആണ്. മനസ്സിലായോ? 1 എന്ന് പറഞ്ഞാൽ 1 + 0i. ഇസഡിനെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ z എന്ന് കിട്ടും. അപ്പോൾ ഇസഡിൻ്റെ കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ ആരാ? 1 + 0i. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാലോ
ഇസഡ് ആരുമായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണോ 1 കിട്ടുന്നത് അതിനെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇസഡ് ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 കിട്ടുക? ഇസഡ് 1/z ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ 1 കിട്ടുക. അപ്പൊ 1/z വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്. അത്രേ ഉള്ളൂ കേട്ടല്ലോ. വേറെ ഒന്നും വേറെ ഒരു കാര്യത്തിലേക്ക് ഞാൻ അത്രേ ഉള്ളൂ. 1/z ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. യെസ് യുവർ നെയിം ഈസ് ഷോൺ. വെരി ഗുഡ്. അപ്പൊ ഞാനിതിൽ നിന്റെ എന്താണ് യൂട്യൂബിലെ പ്രൊഫൈൽ കണ്ടിട്ടാണ് വിളിച്ചത്, ഷൈൻ അല്ലേ? ഓക്കെ ഷോൺ. ഓക്കെ, ഇസഡ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 1/z കേട്ടാ. സോ 1/z മീൻസ് നേരെ എഴുതുക മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ദാറ്റ് ഈസ് 1/z. സോ ദിസ് ഈസ് 1/2 - 3i. സോ ദിസ് ഈസ് ദ ആൻസർ. പക്ഷേ ഇത് എന്ത് ഫോർമാറ്റിൽ വന്നിട്ടില്ല? A+IB ഫോർമാറ്റിൽ വന്നിട്ടില്ല. അപ്പൊ സാധാരണ 2 മാർക്കിന്റെ ചോദ്യമാണ്. A+IB ഫോർമാറ്റിലേക്ക് മാറ്റാൻ നിങ്ങൾക്കറിയാം. ഫ്രാക്ഷണൽ ഫോർമാറ്റിൽ വന്നാൽ താഴെയുള്ളതിന്റെ കോൺജുഗേറ്റിനെ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്പിൾ ചെയ്യുക. യെസ്, ഐശ്വര്യ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് 2 + 3i ഡിവൈഡഡ് ബൈ 13 ഇസ് ദ ആൻസർ. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. യെസ്, ഐശ്വര്യ ഇസ് കറക്റ്റ്. ദാറ്റ് ഈസ് 1 × 2 - 3i കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? 2 + 3i. അപ്പൊ 2 + 3i × 1 ചെയ്യുക. സോ ദാറ്റ് ഈസ് 2 + 3i ഡിവൈഡഡ് ബൈ, പിന്നെ 2 - 3i കോൺജുഗേറ്റ് ആണ് 2 + 3i. അത് വെച്ച് നമ്മൾ നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 2 + 3i. യെസ്, so this becomes 2 + 3i divided by 2 - 3i × 2 + 3i എന്താ? A+IB × A-IB. So a², that is 2 ന്റെ സ്ക്വയർ 4, 3 ന്റെ സ്ക്വയർ 9. So the answer is 2 + 3i divided by 13. Yes, that is answer. 2 + 3i divided by 13. വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 2/13 + 3i/13 എന്നും എഴുതാം. No problem. So that is answer. Okay. 2/13 + 3i/13. Yes. Okay, so moving to the next. അടുത്തൊരു ചോദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. 1 + i ആണ്. അപ്പോൾ ലൈനിലുള്ളവർക്ക് എന്ത് ചെയ്യാം? അത് ജസ്റ്റ് സോൾവ് ചെയ്തിട്ട് അതിന് ആൻസർ അയക്കാം. യെസ്, 1 മിനിറ്റ് സമയം. 8:54 ആണ്. 55. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 1 + i. 1 + iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ജസ്റ്റ് സോൾവ് ചെയ്യുക, അയക്കുക. ഓക്കെ, ഒരാളെങ്കിലും നമുക്ക് ആൻസർ തന്നു കഴിഞ്ഞാൽ 1 + i. 1 + i. 1 + i എളുപ്പല്ലേ? കിട്ടിയോ? ചെയ്യണോ? 1 + i. Z is equal to 1 + i. So 1/z, that is 1/1 + i. ഡയറക്റ്റ് അങ്ങ് ചെയ്യാം. 1 + i ന്റെ കോൺജുഗേറ്റ് 1 - i. മുകളിലും താഴെയും 1 + i × 1 - i. So the answer is 1 - i divided by a² + b². 1 ന്റെ സ്ക്വയർ. യെസ്, 1 ന്റെ സ്ക്വയർ 1 ന്റെ സ്ക്വയർ 1 ന്റെ സ്ക്വയർ 1, b ന്റെ സ്ക്വയർ 2. 1 - i ആണോ? A+IB × A-IB. a² plus b². a ന്റെ സ്ക്വയർ 1, b ന്റെ സ്ക്വയർ 1, that is 2 അല്ലേ വരിക? So the answer is 1/2 - i/2. So that is answer. 1 - i/2. 1 - i/2 എന്ന് എഴുതാം. അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് 1/2 - i/2 എന്ന് എഴുതാം. യെസ്, 1 - i ഡിവൈഡഡ് ബൈ 2 കൂടി ഉണ്ട് കേട്ടോ. ശരിയാ? ഓക്കെ, 1 - i ഡിവൈഡഡ് ബൈ 2 കൂടെ ആൻസറിലുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ, കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ ജസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. കോൺജുഗേറ്റും മോഡുലസും കണ്ടുപിടിക്കാനാണ്. ഒന്നുമില്ല. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നേരെ എങ്ങാനും ചോദിച്ചാൽ എന്താ കോൺജുഗേറ്റ്? Z⁻. കോൺജുഗേറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ Z⁻. ദാറ്റ് ഈസ് ആ ഇമാജിനറി പാർട്ടിനെ സൈഡാണ് മാറ്റി കൊടുക്കുക. അപ്പോൾ 4 + 3i ഉള്ളത് എന്താക്കിയാ? 4 - 3i. കണ്ടാ? പിന്നെ എന്താ മോഡുലസ്? ദാറ്റ് ഈസ് മോഡ് Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് a² + b². ഡയറക്റ്റ് അങ്ങ് ചെയ്യുക. സോ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് a ന്റെ സ്ക്വയർ 4 ന്റെ സ്ക്വയർ 16, 3 ന്റെ സ്ക്വയർ 9. കണ്ടാ? റൂട്ട് 16 + 9 റൂട്ട് 25. ദാറ്റ് ഈസ് മോഡുലസ് ഈസ് 5. യെസ്, ഓക്കെ.
ഓക്കെ, അപ്പൊ നമ്മളെ ഈ രൂപത്തിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ തെറ്റിക്കരുത്. നേരെ നമ്മൾ കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ആ കോഞ്ചുഗേറ്റ് ഡിവൈഡഡ് ബൈ ആ മോഡുലസ് ആണ് വരിക, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നേരെ മോഡുലസ് അല്ല, നേരെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കണ്ടാൽ മതി. നേരെ വാല്യൂ എഴുതിയാൽ മതി, ഒരിക്കലും തെറ്റില്ല. നമ്മൾ പറഞ്ഞ രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലും ആൻസർ തെറ്റില്ല. ഓക്കെ, സോ അതിന്റെ കോഞ്ചുഗേറ്റ് എന്താണ്? ഇസഡ് ബാർ 4 - 3i മോഡുലസ് മോഡ് ഇസഡ്, ദാറ്റ് ഇസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അങ്ങ് പഠിച്ചാൽ മതി. സോ ദ ആൻസർ ഈസ് 5. ആ പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കുള്ളൂ. മോഡുലസ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ക്വാണ്ടിറ്റി. സോ നമ്മൾ കോഞ്ചുഗേറ്റ് മോഡുലസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത്, കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ ദാറ്റ് ഈസ് ലീനിയർ ഇനീക്വാളിറ്റീസ്. ഇനീക്വാളിറ്റീസിലെ ഒരു 3 ചോദ്യം, ആകെ 3 ചോദ്യം ചെയ്യിക്കുന്നുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ അതിൽ പ്രത്യേകിച്ച് തിയറികളൊന്നും പറയാനില്ല, നിങ്ങൾക്ക് അറിയാം. പിന്നെ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ലീനിയർ ഇനീക്വാളിറ്റീസിൽ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, പിന്നെ സാധാരണ ലീനിയർ ഇനീക്വാളിറ്റീസിൽ സോൾവ് ഫോർ എക്സ് എന്ന് പറയുമ്പോൾ എക്സിന് ചിലപ്പോൾ എന്ത് ചെയ്യാം, സോൾവ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്ന് പിന്നെ വെൻ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, എക്സ് ഈസ് ആൻ ഇൻറ്റീജർ അങ്ങനെയൊക്കെ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യലായിട്ട് ചോദിക്കും. അത് നാച്ചുറൽ ഇൻറ്റീജറിനൊക്കെ ആണെങ്കിൽ സ്പെഷ്യലായിട്ട് ചോദിക്കും. അല്ലെങ്കിൽ ഒന്നും തന്നിട്ടില്ല, ജസ്റ്റ് സോൾവ് എന്നാണെങ്കിൽ സോൾവ് ഫോർ റിയൽ നമ്പർ, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മളിവിടെ 3 ചോദ്യം കൊടുത്തിട്ടുണ്ട്. 3 ക്വസ്റ്റ്യനും സോൾവ് ഫോർ റിയൽ നമ്പർ ആണ്. മനസ്സിലായല്ലോ? അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന് പറ്റാവുന്ന എല്ലാ റിയൽ വാല്യൂസും കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പം ഞാൻ നേരെ പോവാണ്. ഒന്നാമത്തെ ചോദ്യം ഞാൻ നേരെ ഡയറക്റ്റ് ചെയ്യാണ്. 1-2 കാര്യങ്ങളൂടെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം. 4x + 3 > 6x + 7. നമ്മളിതിൻ്റെ ഡെപ്തിലേക്കും ഇതിൻ്റെ റൂളിലേക്കും ഒന്നും പോകുന്നില്ല. ഡയറക്റ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഈ 6xനെ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. സോ നിങ്ങൾക്ക് അറിയാം 4xന് ഇവിടുത്തെ 6x ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, മൈനസ് ആക്കും എന്നറിയാലോ. ആ റൂൾ നമ്മൾ സാധാരണ ഇക്വേഷനിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ലീനിയർ ഇനീക്വാളിറ്റീസിൽ ചെയ്യുന്നു. പക്ഷെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അത് ഇവിടെ വരുന്നുണ്ട്. അത് ആ സമയത്ത് പറയും. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ആ പ്രശ്നം വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ 6xനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, 4xൽ നിന്നും 6xനെ ഞാൻ കുറച്ചു. കണ്ടാ, ഒരു കുഴപ്പമില്ല. ഇനീക്വാളിറ്റി അങ്ങനെ തന്നെ ഇടണം, ലെസ് ദാൻ. അതായത് സംഗതി ഇത്രയേ ഉള്ളൂ. ലീനിയർ ഇനീക്വാളിറ്റീസിൽ ഇനീക്വാളിറ്റിയുടെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ സാധാരണ ലെഫ്റ്റിൽ ആഡ് ചെയ്യുന്ന ഇക്വേഷനിൽ ചെയ്യുന്ന പോലെ തന്നെ ലെഫ്റ്റിൽ ഒരു നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ അതേ സാധനം എവിടെ ആഡ് ചെയ്യണം, റൈറ്റിലും ആഡ് ചെയ്യണം. അപ്പോൾ ലീനിയർ ഇനീക്വാളിറ്റിൻ്റെ റൂൾ ഇതാണ്. ആഡ് ചെയ്യുകയോ പിന്നെ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ ഇനീക്വാളിറ്റിയുടെ സൈനിന് ഒരു ചേഞ്ചും വരില്ല. ഇപ്പോൾ ലെഫ്റ്റിൽ ഒരു നമ്പർ 5 കൂട്ടി, റൈറ്റിലും 5 കൂട്ടി, ഇനീക്വാളിറ്റിയുടെ സൈന് മാറൂല. ലെസ് ദാൻ എന്നുള്ള ലെസ് ദാൻ ആയിട്ട് തന്നെ നിലനിൽക്കും. അതായത് സബ്സ്ട്രാക്ട് ചെയ്തു, ലെഫ്റ്റിൽ നിന്ന് 5 കുറച്ച്, റൈറ്റിൽ നിന്ന് 5 കുറച്ചു, ഇനീക്വാളിറ്റിയുടെ സൈനിന് ഒരു ചേഞ്ചും വരില്ല. ഇന്ന് മൾട്ടിപ്ലിക്കേഷനിൽ ചെറിയ മാറ്റമുണ്ട്. പോസിറ്റീവ് നമ്പറിനെ കൊണ്ട് ലെഫ്റ്റിലും റൈറ്റിലും മൾട്ടിപ്ലൈ ചെയ്താൽ കുഴപ്പമില്ല, ഇനീക്വാളിറ്റിൻ്റെ സൈനിന് ചേഞ്ച് വരില്ല. എന്നാൽ നെഗറ്റീവ് നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ സൈൻ നേരെ അങ്ങ് ഓപ്പോസിറ്റ് ആവും. ഇതുപോലെ തന്നെയാണ് ഡിവിഷനും. പ്രത്യേകം ശ്രദ്ധിക്കുക, പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കുഴപ്പമില്ല, നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഇനീക്വാളിറ്റിൻ്റെ സൈന് നേരെ തിരിയും. ഈ 4 റൂൾസ് മാത്രമേ ഇനീക്വാളിറ്റി സോൾവ് ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ 3 ചോദ്യം നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, റൂൾസ് ഇങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടല്ല ചെയ്യുന്നത്, നേരെ ചെയ്യാം. അപ്പോൾ 4x നിന്ന് 6x പോയി, അത് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എക്സ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടി. സോൾവ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് കണ്ടുപിടിക്കുക. സോ 7 ഇവിടെ ഉണ്ട്, ആ -3 അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ -3 കണ്ടാ. സോ 4x - 6x -2x കണ്ടാ, ലെസ് ദാൻ 4 കണ്ടാ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ശരിക്കും നമ്മൾ ഈ -2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഈ ശരിക്കും -2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ നമുക്കിവിടെ എക്സ് ഒറ്റയ്ക്ക് കിട്ടണം, നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എക്സിന് ഒറ്റയ്ക്ക് കിട്ടണമെങ്കിൽ ഇവിടുന്ന് -2നെ കളയണം. -2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പിടിച്ച് നിൽക്കുക. അപ്പോൾ അതിനവിടെ കളയണം എന്നുണ്ടെങ്കിൽ -2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കണ്ടാ, ഇതാണ് സംഭവിച്ച പരിപാടി. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നെഗറ്റീവ് നമ്പറിനെ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നെഗറ്റീവ് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇനീക്വാളിറ്റി നേരെ തിരിയും. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾ അപ്പോൾ ഈ -2നെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നിർബന്ധമായിട്ട് ഇനീക്വാളിറ്റി തിരിക്കണം. കാരണം അവിടെ ചെയ്ത പ്രൊസീജിയർ ഇതാണ്. അപ്പോൾ നെഗറ്റീവ് നമ്പറിനെ കൊണ്ട് 2 സൈഡിലും ഡിവൈഡ് ചെയ്തിരിക്കുക, അപ്പോൾ ഇനീക്വാളിറ്റി തിരിയും. പോസിറ്റീവ് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, നെഗറ്റീവ് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇനീക്വാളിറ്റി തിരിയോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് ഞാൻ ഒന്നും കൂടി എഴുതുകയാണ്. അപ്പോൾ ഇതിങ്ങനെ മായ്ച്ച് കളഞ്ഞിട്ട് നമ്മൾ നേരെ എഴുതാം 4x - 6x -2x. ഇനി കൊണ്ടുപോയി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ ഈ റൂൾ ശ്രദ്ധിക്കണം. സോ ലെസ് ദാൻ 7 - 3 4 കണ്ടാ. അപ്പോൾ എക്സ്
-2 ഇങ്ങോട്ട് കൊണ്ടുപോകുക. ദാറ്റ് മീൻസ് ഡിവിഷൻ ബൈ നെഗറ്റീവ് നമ്പർ. അത്ര മതി, അത്ര മനസ്സിലാക്കിയാൽ മതി. സോ ദി ഗ്രേറ്റർ ദാൻ കണ്ടോ 4/-2 കണ്ടോ. സോ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ -2. സോ ദ സൊല്യൂഷൻ ഈസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ -2. -2വിനേക്കാൾ കൂടുതലായി വരുന്ന -2വിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള എല്ലാ റിയൽ നമ്പറും ഈ ഇനീക്വാളിറ്റിന്റെ സൊല്യൂഷനാണ്. -2 കൂടുതൽ എന്ന് പറയുമ്പോൾ -2 ഉണ്ടോ? ഇല്ല. എക്സ് ഗ്രേറ്റർ ദാൻ -2. സോ -2 മുതൽ അങ്ങോട്ട് പോവാ, എങ്ങോട്ട്? ടു ഇൻഫിനിറ്റി. എന്നാൽ -2 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മളിവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ഇടും. -2 മുതൽ എന്നല്ല, -2ന് ശേഷമുള്ള എല്ലാ റിയൽ നമ്പറും. സോ -2 ഇല്ല, -2 ഇല്ല. സോ -2നെ അവിടെ ഓപ്പൺ ആക്കിയിട്ടു. ഏത് നമ്പറാ തുടങ്ങിയത് പറയാൻ പറ്റില്ല. ദാറ്റ്സ് വൈ ഈസ് ഓപ്പൺ, തുറന്നിട്ടിരിക്കുക. ഏതാ ഇവിടുന്ന് തുടങ്ങുന്ന നമ്പർ? -2ന് ശേഷമുള്ള ആദ്യത്തെ നമ്പർ ഏതാ? ആദ്യത്തെ റിയൽ നമ്പർ ഏതാ പറയാൻ പറ്റുമോ? -2ന് ശേഷമുള്ള ആദ്യത്തെ ഇൻഡിജർ നമുക്ക് പറയാം -1 ആണ്. പക്ഷെ -2ന് ശേഷം ആദ്യത്തെ റിയൽ നമ്പർ പറയാൻ പറ്റുമോ? -2.1 ആണ്, -1.9 ആണ്, -1.99 ആണോ? ഏതാ പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. സോ അവിടെ ഓപ്പൺ ആണ്, -2നെ കൂട്ടാൻ പറ്റൂല. എന്നാൽ ആലോചിച്ചാൽ തുടങ്ങുക അത് പറയാനും പറ്റൂല. ദാറ്റ്സ് വൈ ദ ഇന്റർവെൽ നെഗറ്റീവ് ഓപ്പൺ ഇന്റർവെൽ. മനസ്സിലാവുന്നല്ലോ. സോ -2 മുതൽ എവിടേക്ക് പോകും? So it's going to infinity. So that is answer. -2 to infinity is the answer. ഇനി അഥവാ നിങ്ങളോട് പറയാണ് ഇത് പിന്നെ നമ്പർ ലൈനിൽ പിന്നെ രേഖപ്പെടുത്തണം എന്ന് പറയാം. അപ്പോൾ നേരെ എന്ത് ചെയ്താൽ മതി? ഒരു ക്വസ്റ്റിന് വേണ്ടി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നോക്കിക്കോ, നമ്പർ ലൈനിൽ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കണ്ടാ, നമ്മൾ നേരെ ഒരു നമ്പർ ലൈൻ അങ്ങ് വരയ്ക്കുക. കണ്ടാ. സോ -∞ മുതൽ +∞ വരെ. കണ്ടാ, -2 മുതൽ ഇൻഫിനിറ്റി വരെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിതാ ഞാനിത് 0, ഇത് -1, ഇത് -2. അപ്പോൾ -2 മുതൽ, പക്ഷെ -2 ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? -2 മുതൽ അവിടെ ഒരു ഹോൾ കൊടുക്കണം കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് വരയ്ക്കുക. ഇതങ്ങോട്ട് ഡാർക്കൻ ചെയ്യാം, ഇതിങ്ങനെ ഇങ്ങോട്ട് ഡാർക്കൻ ചെയ്യാം. കേട്ടാ, ആരോ അടക്കം. കേട്ടാ, പക്ഷെ എന്ത് ഈ -2 ആ ഭാഗത്ത് നമ്മൾ ഹോൾ ഇടും. കേട്ടാ, കാരണം -2 ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ ഡാർക്കൻ ചെയ്യും. കേട്ടാ, ഇങ്ങനെയാണ് അത് ചെയ്യുക. ഓക്കെ, -2 to infinity. Yes, I think clear. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? സോ അടുത്ത ചോദ്യം ലീനിയർ ഇനീക്വാളിറ്റീസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് 3 × x - 2 ഡിവൈഡ് ബൈ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 × 2 - x ഡിവൈഡ് ബൈ 3. ഓക്കെ, നേരെ നമ്മൾ ചോദ്യത്തിലേക്ക് പോവാണ്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി, ഞാനിത് ആ ക്വസ്റ്റ്യൻ ആദ്യം എഴുതാം. 3 × പേടിക്കണ്ട, ഇത് ചോദിക്കുകയാണെങ്കിൽ സാധാരണ 3 മാർക്കിനൊക്കെ ചോദിക്കുക. എങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതൊക്കെയാണെങ്കിൽ 1 മാർക്ക്, ആദ്യത്തെ ചോദ്യം 1 മാർക്ക്, സാധാരണ ഒരു 1 മാർക്കും പിന്നെ ഒരു 3 മാർക്ക് അല്ലെങ്കിൽ ഒരു 2 മാർക്ക്. ആ ടൈപ്പാണ് നമ്മോട് ചോദിക്കുക. അപ്പോൾ ഈ ഒരു ടൈപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടല്ലോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചെയ്യുന്ന ടൈപ്പ് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 × 2 - x ഡിവൈഡഡ് ബൈ 3. നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് നേരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ 3നെ കൂടെ നമ്മൾ ഇക്വേഷനിൽ ചെയ്യുന്ന അതേ പണിയാണ്. ഈ 3 ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കും, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. പക്ഷെ 3നെയാണ് കൊണ്ടുവരുന്നത്, നെഗറ്റീവ് പോസിറ്റീവ് നമ്പറാണ്, ഒരു പ്രശ്നമില്ല. ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും വരില്ല. 5 അങ്ങോട്ടും പോസിറ്റീവ് ആണല്ലോ, ഒരു വിഷയമല്ല. അപ്പോൾ 3നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഈ 3നെ ഇങ്ങോട്ട് വരുമ്പോൾ 3 × 3 ദാറ്റ് ഈസ് 9. കടാ, അപ്പോൾ ആ 9 × പിന്നെ ആരായി? x - 2. ഓക്കെ, ദാറ്റ് ഈസ് 9 × x - 2. That is 9 × x - 2. ഒമ്പത് × x - 2. കണ്ടാ, ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ചേഞ്ച് ഒന്നും ഇല്ല, കാരണം എന്താ? പോസിറ്റീവ് നമ്പറാണ്. ഇനി അങ്ങോട്ട് 5 × 5 കേട്ടോ, 25. ഇത്ര എളുപ്പമെന്നറിയോ ചെയ്യാൻ. കേട്ടോ, ഇനി നേരെ ബ്രാക്കറ്റ് ഓപ്പൺ. 9 അപ്പോൾ ഈ അടി കിടക്കുന്ന ഡിനോമിനേറ്റേഴ്സ് ഒക്കെ പോയി. 9 × x 9x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. 9 × x 9x. 9 × -2 അതിൽ -18. കണ്ടാ, യെസ്, 9x - 18. യെസ്, x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. നമുക്ക് നോക്കാം. യെസ്, ഐ തിങ്ക് മേ ബി ദ ആൻസർ. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 × 2 50. പിന്നെ -x × 25 -25x. കണ്ടാ, യെസ്, x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്ന് തന്നെ തോന്നുന്നു. യെസ്. സോ ഇനി എക്സിനെല്ലാം നമ്മൾ ഒരുമിപ്പിക്കുക. അപ്പോൾ 9x ഈ -25x ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 9x ഈ -25 വരുമ്പോൾ +25x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ 18 അപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ 68. കണ്ടാ, അത് ഒന്നുകൂടി ഒരു സ്റ്റെപ്പ് കൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ 50 പിന്നെ ഒരു 18. കണ്ടാ,
യെസ്. സോ 9x പ്ലസ് 25x 34x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 68. നേരെ എന്ത് ചെയ്താൽ മതി, 34 താഴേക്ക് കൊണ്ടുവരിക. പോസിറ്റീവ് നമ്പറാണ്, ഒരു കുഴപ്പമില്ല. ഇനീക്വാളിറ്റീനെ സൈന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സോ 68/34. യെസ്, ഐശ്വര്യ ഈസ് കറക്റ്റ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ദാറ്റ് ഈസ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ഇന്നത്തെ നമ്മളെ ക്ലാസ്സിലെ താരം ഐശ്വര്യയാണ്. ഐശ്വര്യ പറഞ്ഞ 99% ആൻസറുകളും കറക്റ്റ് ആയിരുന്നു. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ദാറ്റ് ഈസ് ആൻസർ. സൊല്യൂഷൻ സെറ്റ് എഴുതണം നമ്മൾ. സൊല്യൂഷൻ സെറ്റ് ആയിട്ട് തന്നെ എഴുതണം. അപ്പോൾ എക്സിൻ്റെ സെറ്റ് എങ്ങനെ വരും? രണ്ടിൽ കുറവോ രണ്ടിനോട് ഈക്വലോ ആവാം, അത്രയും വരെ പോവാം. അപ്പോൾ രണ്ട് വരാം. സോ 2ൻ്റെ അവിടെ നമ്മൾ ക്ലോസ് ചെയ്ത് പിന്നെ ബാക്കി മുഴുവൻ 2ൽ കുറവ്. 2ൽ കുറവ് എന്ന് പറഞ്ഞാൽ അപ് ടു എങ്ങോട്ട് വരെ പോവാം? -∞. സോ ദിസ് ഈസ് -∞ to 2. ഈ -∞ ഭാഗം നമ്മൾ എപ്പോഴും ഓപ്പൺ ആക്കിയിട്ട് ഇടുക. കാരണം അത് ഓപ്പൺ ആണല്ലോ. -∞ എന്ന് പറയുന്ന അവസാന നമ്പർ ഇങ്ങനെ നിൽക്കുന്നൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരിക്കലും ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് ഓപ്പൺ അങ്ങനെ കിടക്കുക, അനന്തമായി നെഗറ്റീവ് അനന്തതയിലേക്ക് പോവാണ്. സോ ദാറ്റ് ഇസ് ദ കോൺസെപ്റ്റ് -∞. അപ്പോൾ എന്തായാലും അവിടെ ഓപ്പൺ ഇടാൻ പറ്റുള്ളൂ. പോസിറ്റീവ് ഇൻഫിനിറ്റി ആണെങ്കിലും ഓപ്പൺ ആണ്, -∞ ആണെങ്കിലും ഓപ്പൺ ആണ്. അതിൽ അവസാനത്തെ നമ്പർ ഇങ്ങനെ കെട്ടിപ്പണഞ്ഞ് കിടക്കുന്ന ഒരു നമ്പർ അവസാനമൊന്നുമില്ല. സോ ഇറ്റ്സ് ഗോയിങ് ടു ഇൻഫിനിറ്റി. ദാറ്റ് ഇസ് ദ കോൺസെപ്റ്റ്. അത് അനന്തതയിലേക്ക് പോവുകയാണ് എന്നാണ് സംഗതി പറയുന്നത്. ഓക്കെ, റെഡി? യെസ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. യെസ്, ഷോൺ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതാണ് സാധനം. ഓക്കെ, യെസ്. എക്സ് ലെസ് ദാൻ 2 എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇപ്പോൾ സൊല്യൂഷൻ സെറ്റ് ആയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതുക. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ്. ഒരൊറ്റ ചോദ്യം കൂടിയേ ഉള്ളൂ. x/3 ഗ്രേറ്റർ ദാൻ x/2 + 1. സോ അതും കൂടെ നമ്മൾ സോൾവ് ചെയ്യാണ്. x/3 ഗ്രേറ്റർ ദാൻ x/2 + 1. അപ്പോൾ ഇത് രണ്ടിനും ഇപ്പോൾ നോക്ക്, ഇതിവിടെ നോക്ക്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇവിടെ ഇത് ഫ്രാക്ഷൻ ഫോർമാറ്റ് ആണ്. ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ. ഇപ്പോൾ രണ്ടിന് ഇത് പ്രോപ്പറാണ്, ഇത് മിക്സ്ഡ് ആണ്. ഇപ്പോൾ രണ്ടിനെ നമുക്കൊരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നാൽ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിനെ ഞാൻ x/3 എന്ന് എഴുതി, അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. x/2 + 1 നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ x പ്ലസ് 1 × 2 2. നമ്മൾ സാധാരണ മിക്സ്ഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കില്ലേ, അതേ പണി. x പ്ലസ് 1 × 2 2 ഹോൾ ഡിവൈഡഡ് ബൈ 2. കണ്ടാ, ഇപ്പോൾ രണ്ടും ഏത് ഫോർമാറ്റിലായി? പ്രോപ്പർ ഫ്രാക്ഷനായി. ഇനി നേരെ ക്രോസ് ചെയ്യാം. 2 × x 2x. ഇനീക്വാളിറ്റിക്ക് ചെയ്യുന്നതൊന്നുമില്ല, കാരണം പോസിറ്റീവാണ്. പിന്നെ അങ്ങോട്ട് 3 × x + 2. ഇങ്ങോട്ട് 3 കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, x + 2 2 ടേം. അപ്പോൾ അതിന് സിംഗിൾ ടേം ആയിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ബ്രാക്കറ്റ്, പുട്ട് എ ബ്രാക്കറ്റ്. സോ 2x ഗ്രേറ്റർ ദാൻ 3 × x 3x ബ്രാക്കറ്റ് ഓപ്പൺ 3 × 2 + 6. കണ്ടാ, സോ 2x ആ 3x ഇങ്ങോട്ട് വലിച്ചാൽ -3x. കണ്ടാ, ഗ്രേറ്റർ ദാൻ 6. സോ 2x - 3x -x ഗ്രേറ്റർ ദാൻ 6. ഇനി ഇവിടെ തെറ്റിക്കരുത്. ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇതാ പെട്ടിയിൽ, ലാസ്റ്റ് സ്റ്റെപ്പ് പെട്ടിയിൽ -x ഗ്രേറ്റർ ദാൻ 6. -x ഗ്രേറ്റർ ദാൻ 6. -x എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? -x എന്ന് പറഞ്ഞാൽ -1 × x ആണ് ഗ്രേറ്റർ ദാൻ 6. പ്രത്യേകം ശ്രദ്ധിക്കണം. -x എന്ന് പറഞ്ഞാൽ -1 × x ആണ്. സോ x -1 പുറത്തേക്ക് കൊടുക്കണ്ടേ, അപ്പോൾ ഇതെന്താവും? നേരെ തിരിയും. ദാറ്റ് ഈസ് 6/-1. കണ്ടാ, സോ ദിസ് ഈസ് x ലെസ് ദാൻ -6. സോ ദാറ്റ് ആൻസർ ഈസ് x ലെസ് ദാൻ -6. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് ഈസ് ആൻസർ x ലെസ് ദാൻ -6. x ലെസ് ദാൻ -6 എന്ന് പറഞ്ഞാൽ എന്താ? -6 വരൂല, -6നോട് ഈക്വൽ ആവാനും പറ്റൂല. മനസ്സിലായോ? -6നേക്കാൾ കുറവുള്ള എല്ലാ വാല്യൂം. സോ -∞ to -6. സോ ദിസ് ഈസ് ദ ആൻസർ. ദിസ് ഈസ് ദ സൊല്യൂഷൻ സെറ്റ്. -∞ to -6. അപ്പോൾ നമുക്ക് യെസ് ദാറ്റ് ഇസ് ആൻസർ. യെസ്, ഷോൺ പറഞ്ഞ വളരെ കറക്റ്റാണ്. x -6 ആണ്. അപ്പോൾ ഷോണിന് ഓണം എക്സാമിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ക്രിസ്മസ് എക്സാമിന് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നാണ് ഷോൺ പറഞ്ഞത്. യെസ്, അപ്പോൾ പിന്നെ ക്രിസ്മസിന് കുറച്ച് മോശമായത് ഫൈനലിൽ ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ സംഭവിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് കുറച്ചൊന്ന് ഡൗൺ ആകുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും പഴയ ആർജവത്തോടുകൂടി കുറച്ചുകൂടി നമ്മൾ സാധാരണ സ്പ്രിംഗ് ഒക്കെ നമ്മൾ അങ്ങനെയല്ലേ. യെസ് അത് തന്നെ. കൂടുതൽ താഴേക്ക് പോകുമ്പോൾ കൂടുതൽ മുകളിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ക്രിസ്മസിന് കുറച്ച് താഴേക്ക് വന്നത് എന്തിനാ? ഫൈനലിന് ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, നമുക്കൊരു വേർഡ് പ്രോബ്ലം കൂടെ ഉണ്ട്. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഇന്നിപ്പോൾ നമ്മളെ ചാറ്റ് ബോക്സ് ഉള്ള കുട്ടികൾ വളരെ ആക്റ്റീവായിട്ട് അവരെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് രസകരമാണ്. കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് സംസാരിക്കാനും വളരെ സന്തോഷമാണ്. ഓക്കെ,
യെസ്. സോ ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ വേർഡ് പ്രോബ്ലം കൂടെ നമ്മളെ ലീനിയർ ഇനീക്വാളിറ്റിയിലെ ഒരു വേർഡ് പ്രോബ്ലം ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇവിടെ ചോദ്യം ഇതാണ്. ഫൈൻഡ്, അവസാനിപ്പിക്കുകയാണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് കൺസിക്യൂട്ടീവ് ഓഡ് നാച്ചുറൽ numbers both of which are larger than 10 such that their sum is less than 40. That is a question. അതായത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്, കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഓഡ് നാച്ചുറൽ നമ്പേഴ്സിനെ കണ്ടുപിടിക്കണം, പേയേഴ്സിനെ. അവർ രണ്ടുപേരും എന്തായിരിക്കും? ബോത്ത് ഓഫ് വിച്ച് ആർ ലാർജർ ദാൻ 10, 10ൽ കൂടുതലായിരിക്കണം രണ്ടുപേരും. പിന്നെ സച്ച് ദാറ്റ് ദെയർ സം ഇസ് ലെസ് ദാൻ 40. അപ്പൊ ഈ ഒരു പ്രോബ്ലം ഇത് സ്വാഭാവിക കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ഇതിന് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാം. പക്ഷേ ഇത് ഇവിടെ നമ്മൾ എങ്ങനെയാണ് ലീനിയർ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇതിന് ആൻസർ കണ്ടുപിടിക്കുന്ന വലിയ പ്രശ്നമൊന്നുമല്ല, നമുക്ക് സിമ്പിൾ പ്രോബ്ലം ആണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഇനീക്വാളിറ്റീസിനെ അപ്ലൈ ചെയ്യുക? കാരണം ഇനീക്വാളിറ്റീസിന്റെ ലോകം വളരെ വിശാലമാണ്. നമ്മൾ നമ്മളതിൻ്റെ ഒരു ബേസിക് 1ാം ക്ലാസ്സിലാണ് ഉള്ളത്, മനസ്സിലായില്ല? അപ്പോൾ 1ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് ആദ്യമായിട്ട് എണ്ണാൻ പഠിക്കുന്ന കുട്ടീനെ സംബന്ധിച്ചത് എന്തിനാ ഉപയോഗിക്കണമെന്ന് അറിയില്ല. പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് എത്തുമ്പോഴാണ് ഇത് എണ്ണാനാണ് ഉപയോഗിക്കുന്നത്. അവൻ ഇങ്ങനെ 1, 2 എന്ന് പഠിക്കുന്നല്ലാതെ അവൻ അറിയാതെ എന്തിനാ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 1ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് നിങ്ങൾ +2 LPP കാണും, ലീനിയർ പ്രോഗ്രാമിങ്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഒരു ഹയർ ലെവലിലേക്ക് പോകുമ്പോഴേക്കും വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്, മനസ്സിലാവുണ്ടല്ലോ? വലിയ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാൻ, പ്രോജക്റ്റ് വർക്കുകളിലൊക്കെ വളരെ കണ്ണിങ് ആയിട്ട് കാര്യങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, നമ്മളൊക്കെ ഈ ഗ്രാജുവേഷൻ സമയത്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പല ടെക്നിക്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോകം വളരെ വലുത്. നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ബൈ പേപ്പർ ആൻഡ് പെൻ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു തിയറിയാണ് സത്യത്തിൽ ലീനിയർ ഇനീക്വാളിറ്റീസ്. അതിൻ്റെ ഒരു 1ാം ക്ലാസ്സിൽ ഞങ്ങൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് സംഗതികൾ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള ഒരു മാത്രമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അല്ലാതെ ഇതൊരു വലിയ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നമ്മളെ ബുദ്ധിയോട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, എന്തായാലും ഞാൻ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് പറയാം. ഓക്കെ, ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് കൺസിക്യൂട്ടീവ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ബോത്ത് ഓഫ് വിച്ച് ആർ ലാർജർ ദാൻ 10. അപ്പോൾ ഞാൻ ആദ്യത്തെ നമ്പർ, നമുക്ക് നമ്പർ 1ാം നമ്പറിന് X നിർത്തി. അപ്പോൾ കൺസിക്യൂട്ടീവ് ഓഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കൺസിക്യൂട്ടീവ് അടുത്തടുത്ത് 2 ഓടുകൾ, ഒരു ഓട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ എന്ന് പറഞ്ഞാൽ ഇവനാ വരും. 5 കഴിഞ്ഞാൽ അടുത്തത് 6 ഇവനാ. 5 കഴിഞ്ഞാൽ പിന്നെ ഈവൻ വരുന്നത് 7ലാ. അതായത് X ഓടാണെങ്കിൽ അടുത്തത് ആരാ? X+2. അപ്പോൾ 1ാമത്തെ നമ്പർ X ആണ്, 2ാമത്തെ നമ്പർ X+2 ആണ്. ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞാൽ എന്താ? ബോത്ത് ഓഫ് വിച്ച് ആർ ലാർജർ ദാൻ 10. ദാറ്റ് മീൻസ് X എടുത്താൽ മതിയല്ലോ. അപ്പോൾ X ഈസ് ഗ്രേറ്റർ ദാൻ 10 ആണ്. ഒരു കണ്ടീഷൻ കിട്ടി. X 10ൽ കൂടുതലാണ്. X 10ൽ കൂടുതലാണെങ്കിൽ പിന്നെ X+2 ഉറപ്പായിട്ടും 10ൽ കൂടുതലായിരിക്കില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ X 10ൽ കൂടുതൽ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. 2ാമത്തെ കണ്ടീഷൻ എന്താ? സച്ച് ദാറ്റ് ദെയർ സം ഇസ് ലെസ് ദാൻ 40. അവരുടെ സം ലെസ് ദാൻ 40 ആണ്. അപ്പോൾ ഇതിന്റെ സം എന്ന് പറയുമ്പോൾ ഒന്ന് X, 2ാമത്തെ ആൾ X+2 ഇസ് ലെസ് ദാൻ 40. സോ ഇറ്റ് ഇസ് ലെസ് ദാൻ 40. ഞാൻ അങ്ങനെ എഴുതി X + X+2 ലെസ് ദാൻ 40. സോ X + X 2X ലെസ് ദാൻ, ഈ 2 അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 38. സോ X ലെസ് ദാൻ 19. കണ്ടാ? അപ്പോൾ 2 കണ്ടീഷൻ നമുക്ക് കിട്ടി. X 10ൽ കൂടുതൽ, X 19ൽ കുറവ്. X 10ൽ കൂടുതൽ, X 19ൽ കുറവ്. X 10ൽ കൂടുതൽ, X 19ൽ കുറവ്. കണ്ടാ? X 10ൽ കൂടുതലായിരിക്കണം, X 19ൽ കുറവായിരിക്കണം. അപ്പോൾ 10ൽ കൂടുതലുള്ള ഓടാരാ? 1ാമത്തെ ഓട് 11. അപ്പോൾ X പിന്നെ 11 ആണെങ്കിൽ അടുത്ത ഓടാരാ? 13. 11 + 2. അപ്പോൾ ഒരു പെയർ ആരാ? 11, 13, 1 പെയർ. കണ്ടാ? അടുത്ത പെയർ ആരാ? സംഗതി ഇത്രേ ഉള്ളൂ. Xന്റെ വാല്യൂ 10ൽ കൂടുതലും 19ൽ കുറവായിരിക്കണം. കണ്ടാ? സോ 11, 13. അടുത്തത് 13, അടുത്ത പെയർ. കണ്ടാ? 2ന്റെ സം ഇത് 24. കണ്ടാ? 13, 15, 28. കണ്ടാ? 2ന്റെ സം. പിന്നെ ആരാ? 15, പിന്നെ 17. കണ്ടാ? പിന്നെ ആരാ? 17, 19. കണ്ടാ? 17, 19, 36. അപ്പോൾ ഇവിടെ ഈ ഒരു പെയർ എഴുതുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും, സാറേ X 19ൽ കുറവല്ലേ, പിന്നെ എങ്ങനെയാ ഇവിടെ 19 എടുത്തതെന്ന്? ഇവിടെ X 17 ഉള്ളൂ മക്കളെ. X+2 2ാമത്തെ ആളാണ് 19. X+2 19 ആവാൻ കുഴപ്പമില്ല. X 19ൽ കുറയണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. X+2 19 ആവണം, അത് കുഴപ്പമില്ലല്ലോ. X 19, X ഇവിടെ 17 ഉള്ളൂ, X+2 19. 4 പേർ നമുക്ക് കിട്ടി. 1, 2, 3, 4. ഈ 4 പേഴ്സിൻ്റെയും സം ലെസ് ദാൻ 40 ആയിരിക്കും. 11, 13, 13, 15, 15, 17, 17, 19. ഓക്കെ, സോ ലെറ്റ് us wind up. സമയം 9:16 നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 2 ചാപ്റ്റേഴ്സ്, കോംപ്ലക്സ് നമ്പേഴ്സ്, ലീനിയർ ഇനീക്വാലിറ്റീസുമായി ബന്ധപ്പെട്ട പിന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇതേ ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി. ഇതേ മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ബോർഡ് എക്സാമിന് വരുള്ളൂ. അപ്പോൾ ഇതേ പ്രോബ്ലംസുകൾ മാക്സിമം ചെയ്ത് സ്പീഡിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തെറ്റിക്കാതെ ആക്യുറസി കൂട്ടുക.
പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറയുന്നതിന് ഒരു കാരണം സ്പീഡ് കൂട്ടുന്നതിനോടൊപ്പം അക്യുറസി കുറഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.